വന്നതുപോലെ മടങ്ങിപ്പോകുകയില്ല. ഒരുപക്ഷെ നാം വന്നപ്പോൾ ജീവിതത്തിൽ ചില പ്രയാസങ്ങളുമായിട്ട്, ഭാരങ്ങളുമായിട്ടായിരിക്കാം വന്നിരിക്കുന്നത്. എന്നാൽ ഇന്ന് രാത്രി മടങ്ങിപ്പോകുമ്പോൾ ദൈവവചനത്താൽ നമ്മുടെ ഹൃദയം നിറയപ്പെട്ടവരായി ആത്മശക്തിയോടുകൂടെ ദൈവകൃപയോടുകൂടെ നമുക്ക് മടങ്ങിപ്പോകുവാൻ ദൈവത്തിന്റെ ആത്മാവെ സഹായിക്കും എന്നുള്ള യാതൊരു സംശയമില്ല. കർത്താവിനെ സഹായിക്കും. രാത്രി ദൈവത്തെ ശുശ്രൂഷിക്കുന്ന കർത്താവദാസന പ്രാർത്ഥനകൾ അതേ വഹിക്കാം. കർത്താവിനെ സഹായിക്കട്ടെ. തുടർന്ന് ദൈവത്തെ ശുശ്രൂഷ അനുഗ്രഹത്തിനായിട്ട് രണ്ട് സഹോദരന്മാർ കടന്നു പ്രാർത്ഥനയെ സഹായിക്കുന്നതായിരിക്കും. പ്രാരംഭമായിട്ട് ഇവാഞ്ചലിസ്റ്റ് രാജേഷ് മൈലവും തുടർന്ന് ഐത്തോട്ടത്തിന് കടന്നുവന്ന ബ്രദർ ബെഞ്ചമിൻ ചാനും കടന്നു വന്ന് പ്രാർത്ഥന തന്നെ സഹായിക്കുന്നതായിരിക്കും. നമുക്ക് ദൈവത്തിനെ കണ്ണടയ്ക്കാം, പ്രാർത്ഥിക്കാം. പ്രാർത്ഥനയ്ക്കായി നമ്മുടെ കണ്ണുകളെ അടയ്ക്കാം. ദൈവസന്നിധിയിൽ നമ്മുടെ തലകളെ കുടിക്കാം, പ്രാർത്ഥിക്കാം. ഞങ്ങളെ അതിവാത്സല്യത്തോടെ സ്നേഹിക്കുന്ന ഞങ്ങളുടെ സ്വർഗീയ നല്ല പിതാവേ, നല്ലതും മനോഹരവുമായിരിക്കുന്ന ഈ സായന്തനത്തിനായി ഞങ്ങൾ സ്തോത്രം ചെയ്യും. അവിടുത്തെ ജനം പ്രാർത്ഥിക്കുകയും ആഗ്രഹിക്കുകയും ചെയ്തതുപോലെ ഇവിടെ വെച്ച് നടത്തപ്പെടുന്ന സുവിശേഷ യോഗത്തിൻ്റെ അനുഗ്രഹീതമായ 2ാം ദിവസത്തിലേക്ക് ദൈവമായ കർത്താവ് ഞങ്ങളെ കൂട്ടി വരുത്തിയിരിക്കാൻ ഞങ്ങൾ അങ്ങേക്ക് സ്തോത്രം ചെയ്യുകയാണ്. ഇന്നലെ അവിടുത്തെ മാറ്റമില്ലാത്ത വചനം ഈ ദേശത്ത് മുഴങ്ങി കേൾക്കുവാൻ ഇടയായിത്തീർന്നു. ഇന്നും ഞങ്ങൾ കർത്താവെ ഒരിക്കൽ കൂടി തിരുമുഖത്തേക്ക് നോക്കുകയാണ്. ഗാനങ്ങളിലൂടെ അങ്ങയുടെ കുഞ്ഞുങ്ങൾക്ക് ഈ ദേശത്ത് അവിടുത്തെ നാമത്തെ ഉയർത്തുവാൻ നൽകിയ ഭാഗ്യത്തിനായി സ്തോത്രം. വീണ്ടും അവിടുത്തെ വചനവുമായി അവിടുത്തെ ഭക്തനെ അങ്ങ് അയച്ചിരിക്കുക, സ്തോത്രം ചെയ്യുന്നു. ശേഷാൽ കർത്താവെ, ഇരുവായ്ത്തലയുള്ള ഏതൊരു വാളിനേക്കാളും മൂർച്ചയുള്ള അവിടുത്തെ വചനം ഈ ദേശത്ത് നിന്ന് ഒരിക്കൽ കൂടി മുഴങ്ങി കേൾക്കുവാൻ പോവുകയാണല്ലോ. ദൈവമായ കർത്താവെ, ക്രൂശിന്റെ വചനം നശിച്ചു പോകുന്നവർക്ക് ഭോഷത്വവും രക്ഷിക്കപ്പെടുന്ന നമുക്കോ അത് ദൈവശക്തിയുമാകുന്നുവല്ലോ. നാഥ, ആ ദൈവശക്തി ഇന്ന് ഈ ദേശത്ത് അനുഭവിക്കുവാൻ ഇടയായി തീരണമേ. സകല നാമത്തിനും മേലായ നാമമായിരിക്കുന്ന ഞങ്ങളുടെ കർത്താവായ യേശു ക്രിസ്തുവിന്റെ നാമം ഇന്ന് കർത്താവെ ഇവിടെ ഏറ്റവും ഉയർത്തപ്പെടുവാൻ ഞങ്ങൾ ആഗ്രഹിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുകയാണ്. വിശേഷാൽ അവിടുത്തെ ദാസന്റെ മേൽ ഫലമേൽപ്പിച്ചിരിക്കുന്ന വചനത്തിനായി സ്തോത്രം ചെയ്യുന്നു. ധാരാളം ദൈവകൃപ അവിടുന്ന് ഇന്ന് രാത്രി അവിടുത്തെ മകന്റെ മേൽ ചൊരിയുമാറാകണമേ എന്ന് പ്രാർത്ഥിക്കുകയാണ്. പരിശുദ്ധാത്മാവിന്റെ നിറവിൽ നിന്നുകൊണ്ട് കർത്താവെ ആ വചനം വിഭജിച്ച് നൽകുവാൻ അവിടുന്ന് ഇടയാക്കി തീർക്കണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുകയാണ്. വിശേഷാൽ ഈ ഹോളിന്റെ അകത്തും പുറത്തുമായി തലണമണക്കിയിരിക്കുന്ന അവിടുത്തെ സകല ഭക്തന്മാർക്കായി സ്തോത്രം ചെയ്യുകയും അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും ചെയ്യുകയാണ്. നാഥ, ആവശ്യമായ ദൈവകൃപ സകലർക്കും നൽകണമേ. ഇന്ന് സകല ജനത്തിനും ഒരുപോലെ ആത്മീയമായി അനുഗ്രഹിക്കപ്പെടുവാൻ ഇന്ന് രാത്രി ദൈവത്തിന്റെ കൃപ അനുഭവിപ്പാൻ അവിടെ ഇടയാക്കി തീർക്കണമേ എന്ന് പ്രാർത്ഥിക്കുകയാണ്. വിശേഷാൽ ഈ ശബ്ദവരിക്കുള്ളിൽ ഞങ്ങളെ കേൾക്കുന്നവരായി ഈ ദേശത്തുള്ള സകല ആളുകളെയും ഓർക്കുന്നു, പ്രാർത്ഥിക്കുന്നു. ഞങ്ങൾക്ക് വേണ്ടി ക്രൂശിൽ ജീവൻ നൽകിയ ഞങ്ങളുടെ കർത്താവിന്റെ സ്നേഹത്തെ ഇതുവരെയും അറിയാത്ത ആരെങ്കിലും ഈ ദേശത്തുണ്ടെങ്കിൽ നാഥാ, ഇന്ന് അവരോട് അവിടുന്ന് സംസാരിക്കുമാറാകണമേ എന്ന് പ്രാർത്ഥിക്കുകയാണ്. പാപത്തിന്റെ ബന്ധനങ്ങൾ അഴിയപ്പെടുവാൻ, പിശാചിന്റെ മുഖങ്ങൾ ഇന്ന് തകരുവാൻ, ചില ജീവിതങ്ങൾ യേശുക്രിസ്തുവിന്റെ സ്നേഹത്തെ അറിയുവാൻ നാഥാ, ഈ ദേശത്തോട് അവിടുന്ന് കരുണ കാണിക്കണമേ. ഈ ദേശത്തോട് മനസ്സലിയണമേ. ഇന്നത്തെ യോഗമുഖാന്തരം ചില ജീവിതങ്ങൾ ദൈവത്തിന്റെ സ്നേഹം അനുഭവിക്കുവാൻ അവിടുന്ന് സഹായിക്കുമാറാകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവജനത്തിന് ആത്മീയാഭ്യർത്ഥി ഉണ്ടാവാൻ ആരെങ്കിലും പിന്മാറ്റത്തിലായിരിക്കുന്നുവെങ്കിൽ അവർക്ക് മുന്നോട്ട് കടന്നു വരുവാൻ ദൈവമേ അങ്ങിടയാക്കി തീർക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. നാഥാ, ഇവിടെയുള്ള ദൈവസഭയ്ക്കായി, കൊട്ടാരക്കരയിലുള്ള യുവജന സംഘടനയ്ക്കായി ഞങ്ങൾ സ്തോത്രം ചെയ്യുന്നു. സകലത്തിനുമായി നന്ദി. ഞങ്ങൾ തിരുക്കരങ്ങളിലേക്ക് സമസ്ത വിഷയങ്ങളും ഭരമേൽപ്പിക്കുകയാണ്. അവിടുത്തെ തിരുസാന്നിധ്യം കൊണ്ട് ഞങ്ങളെ അനുഗ്രഹിച്ചാട്ടെ. പ്രാർത്ഥന കേട്ടതിനായി നന്ദി. സകല ഞങ്ങൾക്കായി ജീവൻ നൽകുന്ന ഞങ്ങളുടെ കർത്താവും രക്ഷിതാവുമായ ക്രിസ്തുയേശുവിന്റെ പരിശുദ്ധമായ നാമത്തിൽ തന്നെ ആമേൻ.
നമുക്ക് വീണ്ടും പ്രാർത്ഥിക്കാം. കരുണാസമ്പന്നനും വാഴ്ത്തപ്പെട്ടവരും നിത്യനുമായ ഞങ്ങളുടെ സ്വർഗ്ഗ പിതാവേ, ഏഴകളാകുന്ന അടികൾക്ക് ക്രിസ്ത്യൻ അടുത്ത് വരുവാനും തിരുമുറ്റം നോക്കുവാനും ഞങ്ങളുടെ ആവശ്യങ്ങളും ആഗ്രഹങ്ങളും സ്തോത്രത്തോടെ പ്രവർത്തനം സമർപ്പിക്കാനും പരിശുദ്ധനായ ദൈവത്തോടെ ഞങ്ങളുടെ ജീവിതത്തിലും സാവകാശം ഭൂമിയിൽ തന്നോർത്തവയെ സ്തുതിക്കുന്നു വാഴ്ത്തുന്നതാണ്. കേട്ടതുപോലെ ഈ ദേശത്ത് കർത്താവിൻ്റെ മാറ്റമില്ലാത്ത വചനം ഇന്നലെ ഘോഷിപ്പാനോട് ഇടയാക്കി അതിന് സംസാരിപ്പാനോട് മകനോട് ബലപ്പെടുത്തി ശക്തീകരിക്കുകയും ചെയ്തവർക്ക് നന്ദി വഴങ്ങിയെ സ്തുതിക്കുന്നു വാഴ്ത്തുന്നു. ഇന്നും കർത്താവെ അവിടുന്ന് വചനം ഘോഷിപ്പാൻ തക്കവണ്ണം പ്രിയ മകനെ അവിടുന്ന് അയച്ചിരിക്കുന്നവർക്ക് നന്ദി വഴങ്ങിയെ സ്തുതിക്കുന്നു വാഴ്ത്തുന്നു. കർത്താവിൻ്റെ കൃപ അനുഭവിച്ചറിയുവാൻ വിളിച്ചറിയുവാൻ ഞങ്ങൾക്ക് കൊടുന്ന് അവസരം തന്നിരിക്കുന്നതിനായിട്ട് അവർക്ക് വാഴ്ച സ്തുതിക്കുന്നു. ഇവിടെ പാട്ടുപാടിയ സഹോദരങ്ങളെയും മകനെയൊക്കെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. അവരെ അവിടുന്ന് ധാരാളമായി അനുഗ്രഹിക്കുന്നവരാകണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഈ സ്ഥലം സഭയെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. ഈ സഭ ദേശത്ത് അനുഗ്രഹിക്കപ്പെട്ട സഭയായി ഇടയാക്കണമെന്ന് പ്രാർത്ഥിക്കുന്നവരാണ്. കടന്നു വന്ന എല്ലാ പ്രിയപ്പെട്ടവരെയും ഞങ്ങളെ കാര്യങ്ങൾ സമർപ്പിക്കും. ഞങ്ങൾ അനുഗ്രഹിക്കപ്പെട്ടവരായി ഭവനങ്ങളിലേക്ക് പോകാനായിട്ട് ഇടയാക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഞങ്ങൾ കേട്ടതുപോലെ കർത്താവെ വന്നതുപോലെ അല്ല, ഞങ്ങൾ ഇരട്ടി അനുഗ്രഹം പ്രാപിച്ചു ഭവനത്തിലേക്ക് പോകാനായിട്ട് ഇടയാക്കണം. സമുദ്രവാദി പറഞ്ഞതുപോലെ അള്ളി ചെയ്യണമേ അടിയിൽ കേൾക്കുന്നു എന്നുള്ള ചിന്തയോട് കരുതലോടുകൂടി അടികളും ഈ സന്നിധിയിലിരിപ്പാൻ അവിടെ ഞങ്ങളെ ശക്തീകരിക്കുമാറാണെന്ന് പ്രാർത്ഥിക്കുന്നതാണ്. ഇത് വചനം സംസാരിപ്പാൻ വെച്ചിട്ട് ദൈവദാസനെ അങ്ങയുടെ കരങ്ങളിൽ സമർപ്പിക്കുകയാണ്. ആവശ്യമായ വചനം ഭാവിച്ചേരുവാൻ തക്കൊണ്ട് പ്രിയ മകനെ അവിടുത്തെ കരത്തിലെടുത്ത് ഉപയോഗിക്കുമാറാണെന്ന് പ്രാർത്ഥിക്കുന്നു. ഞങ്ങൾക്ക് മനുഷ്യൻ്റെ ശബ്ദമല്ല കേൾക്കേണ്ടത്, ദൈവശബ്ദം കേട്ട് ഞങ്ങൾ അനുഗ്രഹിക്കപ്പെട്ടവരായി ഭവനങ്ങളിലേക്ക് പോകാൻ ഇടയാക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഇന്നത്തെ വചനം കേൾവി ഈ പ്രദേശത്തിൻ്റെ ഈ ദേശത്തിൻ്റെ ഈ സഭയ്ക്ക് കടന്നു വന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും ഈ ചുറ്റുപാടുള്ള എല്ലാവർക്കും അനുഗ്രഹത്തിന് കാരണമായിരിക്കാൻ തക്കവണ്ണം അവിടുന്ന് ഇടയാക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. അവിടെ ദാസനെ അങ്ങയുടെ കരങ്ങളിൽ സമർപ്പിക്കുകയാണ്. അവിടുത്തെ കരുത്തിലെടുത്ത് ഉപയോഗിക്കണം. ആവശ്യമായ ദൈവവചനം വിഭാഗിച്ചു തരുവാൻ തക്കവണ്ണം ദാസനെ അവിടുന്ന് ശക്തീകരിക്കുകയും ബലപ്പെടുത്തുകയും ചെയ്യണമെന്ന് പ്രാർത്ഥിക്കുന്നതാണ്. അവിടുത്തെ കൃപ ഞങ്ങൾ ഓരോരുത്തരും അനുഭവിച്ചറിയാൻ ഇടയാക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ശുശ്രൂഷിക്കുന്ന ദേവദാസനെ അവിടുത്തെ കാര്യങ്ങൾ സമർപ്പിക്കുന്നു. പ്രിയപ്പെട്ടവരെ അവിടുന്ന് അനുഗ്രഹിക്കണം. ഈ സഭ ഈ ദേശത്ത് അനുഗ്രഹിക്കപ്പെട്ട ഒരു സഭയായി തീരുവാൻ പരിശുദ്ധരായ ദൈവമേ ഇടയാക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. സഭാവിശ്വാസികളെയും ഞങ്ങൾ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. അവരെ അവിടുന്ന് അനുഗ്രഹിക്കണം. ഞങ്ങൾ അല്പസമയം കൂടി അവിടുത്തെ സന്നിധിയിലിരിക്കട്ടെ. ഞങ്ങൾക്ക് ആവശ്യമായ വചനം അവിടുന്ന് വായിച്ചു തരുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഞങ്ങൾ അനുഗ്രഹിക്കപ്പെട്ടവരായി സന്തോഷത്തോടെ സമാധാനത്തോടെ ഭവനങ്ങളിലേക്ക് പോകാൻ ഇടയാക്കണം. കർത്താവിയുടെ കടന്നു വന്ന എല്ലാ പ്രിയപ്പെട്ടവരും ഒരു ആവശ്യത്തിന് കൊടുത്ത കാര്യങ്ങൾ സമർപ്പിക്കുന്നു. യാത്ര ചെയ്ത് ദൂരെ നിന്ന് വന്നവരുണ്ട്, അടുത്ത് ഉള്ളവരുണ്ട്, ഈ സഭയിലുള്ളവരുണ്ട്. എന്നാൽ എല്ലാവരും തിരിച്ച് ഭവനങ്ങളിലെത്തുന്നവരെയും അവിടുത്തെ ചെറുകടിയിൽ കാക്കുകയും പരിപാലിക്കുകയും സൂക്ഷിക്കുകയും ചെയ്യണമെന്ന് പ്രാർത്ഥിക്കുന്നു. എല്ലാ നന്മകളാൽ ഞങ്ങളെ കിടക്കണം. ഞങ്ങൾ തന്ന എല്ലാ അനുഗ്രഹങ്ങളെയും ഓർത്ത് വീണ്ടും പ്രാർത്ഥിക്കുന്നു. അതിന് സംസാരിക്കും മകനെ ആവശ്യം കൂടി അവിടുത്തെ കാര്യങ്ങൾ സമർപ്പിക്കുന്നു. ആവശ്യമായ വചനം വിഭാഗിച്ചു അവിടുത്തെ മകനെ അവിടുന്ന് ശക്തീകരിക്കുകയും ബലപ്പെടുത്തുകയും ചെയ്യണമെന്ന് വീണ്ടും പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ പ്രാർത്ഥന യാചനയും അവിടുന്ന് ശ്രദ്ധ വെച്ച് കേട്ടിരിക്കാൻ സ്തുതിക്കുന്നു വായിക്കുന്നു. സകല സ്തുതിയും സ്തോത്രവും മഹത്വവും പുകഴ്ചയും സകലതും കൃപാവത്തിന് സമർപ്പിക്കുന്നു. ഉത്തരം മൂലം സ്വീകരിക്കണം. സ്വർഗ്ഗസ്ഥപിതാവേ, ആമേൻ. ദൈവ തിരുനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. സൗത്ത് കടമ്പനാട് അയവർകാല ക്രിസ്ത്യൻ ബ്രദറൻ ചർച്ചിൻ്റെ സഹകരണത്തിലും കൊട്ടാരക്കര സെൻട്രൽ YMF-ൻ്റെ ചുമതലയിലും കഴിഞ്ഞ രാത്രിയിലും ഇന്നുമായി ഇവിടെ നടത്തപ്പെടുന്ന ഈ യോഗങ്ങളിലേക്ക് എളിയവനായ എനിക്കും നിങ്ങളോട് ഒരുമിച്ച് കടന്നു വന്ന് ഈ ശുശ്രൂഷയിൽ സഹകരിപ്പാൻ, ദൈവത്തിൻ്റെ വചനത്തിൽ നിന്ന് നിങ്ങളെ ശുശ്രൂഷിപ്പാൻ സ്വർഗത്തിലെ ദൈവം തന്ന വിലയേറിയ സാവകാശത്തിനായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ഈ സ്ഥലം സഭ എനിക്ക് വളരെ പ്രിയപ്പെട്ട ഒരു സഭയാണ്. പ്രിയ കർത്തൃദാസൻ ജെയിംസ് കടമ്പനാട് ഞങ്ങൾ ഒരുമിച്ച് ധാരാളം ആത്മീയ ശുശ്രൂഷകൾക്ക് ചുമല് കൊടുത്ത് കർത്താവ് ഞങ്ങളെ അനുവദിക്കുന്ന ആത്മീയ ശുശ്രൂഷകൾ നിർവഹിക്കുവാൻ ഈ നാളുകൾ ഇടയാക്കിക്കൊണ്ടിരിക്കുന്നു. ആ നിലയിൽ പലപ്പോഴും ഈ സ്ഥലം സഭയോടുള്ള ബന്ധത്തിൽ കടന്നു വന്ന് പ്രിയപ്പെട്ടവരെ കാണുന്നതിനും ഒരുമിച്ച് ആത്മീക കൂട്ടായ്മ അനുഭവിക്കുന്നതിനും പലപ്പോഴും ഇടയായി തീർന്നിട്ടുണ്ട്.
ഇന്ന് രാത്രിയിലും ഈ നിലയിൽ ഒരു സാവകാശം സ്വർഗത്തിലെ ദൈവം ഒരുക്കിയതോർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. വേദിയിലും സദസ്സിലും ആയിരിക്കുന്ന ദൈവദാസന്മാർ, ഇന്ന് രാത്രി വചനം കേൾക്കുവാൻ ആഗതരായിരിക്കുന്ന ഞങ്ങളുടെ വാത്സല്യ സഭാവിശ്വാസികൾ, ചുറ്റുപാട് നിന്ന് കടന്നു വന്നിരിക്കുന്ന പ്രിയപ്പെട്ടവർ, അയൽ സഭകളിൽ നിന്ന് കടന്നു വന്ന് ഈ ശുശ്രൂഷയിൽ സംബന്ധിക്കുന്ന, അതുപോലെ തന്നെ ഈ ശബ്ദപരിധിക്കുള്ളിൽ എന്നെ ശ്രദ്ധിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും, ഓൺലൈൻ മാധ്യമത്തിലൂടെ ഈ വാക്കുകളെ കേട്ടുകൊണ്ടിരിക്കുന്ന പ്രിയപ്പെട്ടവർ എല്ലാവർക്കും അതുല്യനായ അനശ്വരനായ ദൈവത്തിൻ്റെ അനുഗ്രഹീതമായ നാമത്തിൽ എനിക്കുള്ള സായാഹ്ന വന്ദനം ഞാൻ അറിയിക്കുന്നു. കഴിഞ്ഞ രാത്രി അനുഗ്രഹീതമായ ആത്മീക ആലോചന ദൈവം നമുക്ക് നൽകുകയുണ്ടായി. തൻ്റെ ശാരീരികമായ ക്ലേശങ്ങളുടെ നടുവിലും പ്രിയ ദൈവഭക്തന് ദൈവം ഐശ്വര്യമായി അനുഗ്രഹമായി ദൈവവചനം ശുശ്രൂഷിപ്പാൻ ഞങ്ങളോ ക്രൂശിക്കപ്പെട്ട ക്രിസ്തുവിനെ പ്രസംഗിക്കുന്നു. ക്രൂശല്ലാതെ ഈ പാരിടത്തിൽ യാതൊന്നും മനുഷ്യനെ പ്രശംസിപ്പാൻ വകയില്ല എന്നുള്ള അനുഗ്രഹീതമായ ദൈവവചന സത്യം അനേക വചനങ്ങളുടെ അടിസ്ഥാനത്തിൽ അക്കമിട്ട് വിവരിച്ച് അനുഗ്രഹീതമായി ആ ശുശ്രൂഷ നിർവഹിപ്പാൻ ദൈവഭക്തനെ ദൈവം ഇടയാക്കി. ആ വചനം കേട്ട് അനുഗ്രഹം പ്രാപിപ്പാൻ ഇടയായി തീർന്നു. ഇന്ന് രാത്രിയിലും മറ്റൊന്നുമല്ല എനിക്കും സംസാരിക്കുവാനായിട്ടുള്ളത്. ക്രൂശിതനായ ക്രിസ്തുവില്ലാത്ത സുവിശേഷ യോഗങ്ങളില്ല. ക്രൂശിക്കപ്പെട്ടവനായ കർത്താവില്ലാത്തത് ഒന്നും ആത്മീക സംഗമങ്ങളല്ല. കർത്താവായ യേശു ക്രിസ്തുവിനെ ഇന്ന് രാത്രിയിലും ക്രൂശിതനായ ക്രിസ്തുവിനെ ഉയർത്തുവാൻ ഞാനും കർത്താവിൽ ശരണപ്പെടുകയാണ്. അദ്ദേഹം കാൽവരിയുടെ ചുവട്ടിൽ നിന്നാണ് തുടങ്ങിയതെങ്കിൽ ഞാൻ മറ്റൊരു ഭാഗത്തു നിന്നുമാണ് തുടങ്ങുന്നത്. പക്ഷേ ഈ ശുശ്രൂഷ ചെന്നു നിൽക്കുന്നത് കാൽവരിയിൽ തന്നെയായിരിക്കും. അവിടെയാണ് മനുഷ്യനെ രക്ഷയൊരുക്കിയ ഇടം, അവിടെയാണ് മനുഷ്യന്റെ വേദന മാറ്റിയ ഇടം, അവിടെയാണ് മനുഷ്യന്റെ മരണം മാറിയ ഇടം. അത് അനുഗ്രഹീതമായ അനുഗ്രഹത്തിന്റെ ഓരോ ദൈവഭക്തനും ആശ്വസിക്കുവാനും പ്രത്യാശിക്കുവാനും വകയുള്ള ഇടമാണ്. ദൈവത്തിന്റെ സ്തോത്രം. ഇന്ന് രാത്രിയിലെ ദൈവവചന ശുശ്രൂഷയുടെ ആധാരമായി വളരെ സുപരിചിതമായ ഒരു വേദവാക്യത്തിലേക്ക് നിങ്ങളുടെ ശ്രദ്ധയെ ഞാൻ ക്ഷണിക്കുകയാണ്. ലൂക്കോസിന്റെ സുവിശേഷം 15-ാം അധ്യായം അതിന്റെ 24-ാം വാക്യം അതോടുള്ള ബന്ധത്തിൽ പ്രാരംഭമായി നമുക്ക് വായിച്ചു കേൾക്കാം. ലൂക്കോസിന്റെ സുവിശേഷം 15-ാം അധ്യായം അതിന്റെ 24-ാമത്തെ വാക്യം. തടിച്ച കാളക്കുട്ടിയെ കൊണ്ടുവന്ന് അറുപ്പി, നാം തിന്ന് ആനന്ദിക്കാം. ഈ എന്റെ മകൻ മരിച്ചവനായിരുന്നു, വീണ്ടും ജീവിച്ചു, കാണാതെ പോയിരുന്നു, കണ്ടുകിട്ടിയിരിക്കുന്നു എന്ന് പറഞ്ഞു. അങ്ങനെ അവർ ആനന്ദിച്ചു തുടങ്ങി. ദൈവനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. ഈ വാക്യം, ഈ വേദഭാഗം നമ്മൾ എടുത്തപ്പോൾ തന്നെ എന്താണ് ഇന്ന് ഈ വിദ്വാൻ പറയാൻ പോകുന്നതെന്ന് നിങ്ങൾക്ക് ഓൾറെഡി മനസ്സിലായിട്ടുണ്ട്. നമ്മുടെ ചിന്തയും നമ്മുടെ അറിവുമൊക്കെ മാറ്റിവെച്ചിട്ട് ഒരു പ്രാവശ്യം കൂടെ നമുക്ക് ഈ വേദവചനത്തിലൂടെ കടന്നു പോകാം. അവിടുത്തെ വചനം നാൾക്കുനാൾ അത് പുതിയതാണ്, പുതുക്കം പ്രാപിക്കുന്നതാണ്. ദൈവവചനത്തിന് മാത്രമുള്ള പ്രത്യേകതയാണ്. 2000 വർഷങ്ങളായി, 20-21 നൂറ്റാണ്ടുകളായി ഈ വചനം പ്രസംഗിക്കപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. ഈ 66 പുസ്തകങ്ങളിൽ നിന്നുമാണ് ഈ ശുശ്രൂഷ ഇന്നുവരെയും നടന്നുകൊണ്ടിരിക്കുന്നത്. ഈ 66 പുസ്തകങ്ങൾ അല്ലാതെ അതിനപ്പുറത്ത് നിന്നൊന്നും ആർക്കും തന്നെ പ്രസംഗിക്കുവാനില്ല എന്ന് നമുക്കറിയാം. എന്നാൽ ഈ വചനത്തിന്റെ മാത്രം പ്രത്യേകത, ലോകത്തിലെ ഗ്രന്ഥങ്ങളൊക്കെ വായിച്ചാൽ തീരുന്നതാണ്, വായിച്ചാൽ അതിന്റെ ആശയങ്ങൾ മനസ്സിലാകുന്നതാണ്, അതിന്റെ കഥ, അതിന്റെ സംഗ്രഹം നമുക്ക് ഉൾക്കൊള്ളുവാൻ കഴിയുന്നതാണ്. എത്രയാവർത്തി മറിച്ചും തിരിച്ചും വായിച്ചാലും അത് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കുന്നത്. എന്നാൽ ഇന്ന് രാത്രി വളരെ കൃത്യമായി പറയട്ടെ,
ഈ വിശുദ്ധ തിരുവെഴുത്തിന് മാത്രമുള്ള പ്രത്യേകതയാണ്. ഇത് വായിക്കും തോറും പുതിയ പുതിയ ആശയങ്ങൾ, പുതിയ പുതിയ ആലോചനകൾ നൽകുന്നതാണ്. ഇത് ദൈവത്തിന്റെ ആത്മാവാണ് കൂട്ടിവരുത്തിയത്. ദൈവത്തിന്റെ ആത്മാവാണ് ഇതിൽ വ്യാപരിക്കുന്നത്. ഇത് വായിക്കുന്ന ഓരോ ദൈവഭക്തനും അവന്റെ ഹൃദയത്തെ ചലിപ്പിക്കുന്ന അനുഗ്രഹീതമായ ആശയങ്ങൾ കൊണ്ട് സമ്പുഷ്ടമാണ്. കർത്താവിന്റെ വരവ് വരെ ഈ വാക്യം വായിച്ചാൽ ഇതിലെ ആശയങ്ങൾ തീരുകയില്ല. ഇത് പറഞ്ഞാൽ, ഇത് പ്രസംഗിച്ചാൽ, ഇത് പാടിയാൽ മതിയാകുകയില്ല. അത്രമാത്രം ഉന്നതമായതാണ്. സ്വർഗത്തിൽ എന്നേക്കും സ്ഥിരമായിരിക്കുന്നതാണ് സ്വർഗത്തിലെ ദൈവത്തിന്റെ ജീവനുള്ള വചനം എന്ന് പറയുന്നത്. ഇന്ന് രാത്രി നാം വായിച്ച ഈ വാക്യം, ആ വാക്യ അംശം നമ്മൾ വായിച്ചപ്പോൾ തന്നെ നമുക്കറിയാം, നമുക്ക് വളരെ സുപരിചിതരായ ഒരു വ്യക്തിയെക്കുറിച്ച്, ആ വ്യക്തിയുടെ ജീവിതത്തെക്കുറിച്ച് കർത്താവ് പറഞ്ഞിരിക്കുന്ന ഒരു ഭാഗമാണ്, അല്ലെങ്കിൽ ഒരു ഉപമയാണ് ഈ ഭാഗത്തുള്ളത്. ലൂക്കോസിന്റെ സുവിശേഷം 15-ാം അധ്യായത്തിലേക്ക് നാം കടന്നു വരുമ്പോൾ 3 വിധമായ നഷ്ടങ്ങളെ കുറിച്ച്, കാണാതെ പോയ 3 വിധമായ കാര്യങ്ങളെക്കുറിച്ച് ദൈവത്തിന്റെ ആത്മാവ് അവിടെ രേഖപ്പെടുത്തിയിരിക്കുകയാണ്. അതിന്റെ 15-ാം അധ്യായം 1 മുതൽ 7 വരെയുള്ള വാക്യങ്ങളിൽ നാം കടന്നു വരുമ്പോൾ കാണാതെ പോയ ഒരു ആടിനെയും ആ ആടിനെ തേടിപ്പോയ ഒരു നല്ല ഇടയനെയും നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. അതിന്റെ 8-ാം വാക്യം മുതൽ 10-ാം വാക്യം വരെ ലഘുവായ വാക്കുകളിലെങ്കിലും അവിടെയും രേഖപ്പെടുത്തിയിരിക്കുന്നത് മറ്റൊരു കാണാതെ പോയ വിഷയമാണ്. ഒരു സഹോദരിയുടെ പക്കൽ നിന്നും നഷ്ടപ്പെട്ടു പോയ, കാണാതെ പോയ ഒരു ദ്രഹ്മയെ കുറിച്ചാണ് അവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നത്. ആ ദ്രഹ്മയെ ആ സ്ത്രീ വീടടിച്ചു വാരി അതിനെ തിരഞ്ഞു കണ്ടെത്തുന്നതാണ് ആ ഉപമയുടെ വിഷയമെന്ന് പറയുന്നത്. വാചാലമായി വിസ്തൃതമായി 11-ാം വാക്യം മുതൽ 32-ാം വാക്യം വരെ ദൈവത്തിന്റെ ആത്മാവ് രേഖപ്പെടുത്തിയിരിക്കുന്ന മറ്റൊരു ഉപമയാണ്. നാം ഓർക്കുന്നത് പോലെ, നാം ചിന്തിക്കുന്നത് പോലെ, മനസ്സിലാക്കുന്നത് പോലെ മുടിയനായ പുത്രൻ എന്നറിയപ്പെടുന്ന വ്യക്തിയുടെ ഉപമ. പക്ഷേ ഞാൻ പറയട്ടെ, നാം ആ പേര് വിളിക്കുവാൻ, നാം ആ പേര് പറയുവാൻ തിരുവെഴുത്തിന്റെ യാതൊരു ഭാഗത്തും അങ്ങനെ ഒരു പേര് ആ വ്യക്തിക്ക് ചാർത്തിക്കൊടുത്തിട്ടില്ല. മുടിയനായ പുത്രനെന്നും ധൂർത്തുപുത്രനെന്നും ഒക്കെ അറിയപ്പെടുന്ന വ്യക്തിയാണ് ഇവിടെ ഈ ഉപമയിലെ കാണാതെ പോയ വ്യക്തി എന്ന് പറയുന്നത്. അവിടെ ആ അപ്പന്റെ അടുക്കലേക്ക് മടങ്ങി വരുന്ന ഈ മകനെ കുറിച്ച് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. ഇതിന്റെ 4-ാം വാക്യത്തിൽ ഒരു ആൾക്ക് 100 ആടുണ്ടെന്നിരിക്കട്ടെ, അതിലൊന്ന് കാണാതെ പോയാൽ. അതിന്റെ 8-ാം വാക്യം നമ്മൾ വായിക്കുമ്പോൾ ഒരു സ്ത്രീക്ക് 10 ദ്രഹ്മ ഉണ്ടെന്നിരിക്കട്ടെ, 1 ദ്രഹ്മ കാണാതെ പോയാൽ. എന്നാൽ നിങ്ങൾ ശ്രദ്ധിച്ചാൽ നിങ്ങൾക്ക് മനസ്സിലാകും, ഈ 3-ാമത്തെ ഉപമയിൽ ഈ മകനെ കുറിച്ച് ഒരു മനുഷ്യന് 2 മകനുണ്ടെന്നിരിക്കട്ടെ, അതിലൊരുവൻ കാണാതെ പോയാൽ എന്നല്ല രേഖപ്പെടുത്തിയിരിക്കുന്നത്. മറിച്ച് ആ അപ്പന്റെ അടുക്കൽ നിന്ന് സ്വമേധയാ കടന്നു പോകുന്ന മകനായിട്ടാണ് ആ വ്യക്തിയെ നമുക്ക് കാണുവാൻ സാധിക്കുന്നത്. പക്ഷെങ്കിൽ നാം പ്രാരംഭമായി വായിച്ച ആ വാക്യത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത്, ഈ എന്റെ മകൻ മരിച്ചവനായിരുന്നു, വീണ്ടും ജീവിച്ചു. ഈ എന്റെ മകൻ കാണാതെ പോയിരുന്നു, കണ്ട് കിട്ടിയിരിക്കുന്നു. അപ്പോൾ പോയത്, കാണാതെ പോയത് ആ ആശയത്തിൽ അവിടെ രേഖപ്പെടുത്തിയിരിക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, ഇന്ന് രാത്രി ഈ കാണാതെ പോയ, നഷ്ടപ്പെട്ടു പോയ മകന്റെ ഉപമയിൽ നിന്ന് ചില വസ്തുതകൾ ഓർപ്പിക്കുവാനായിട്ടാണ് ഞാൻ കർത്താവിൽ ശരണപ്പെടുന്നത്. ഈ തിരുവചന സത്യം നാം പഠിക്കുമ്പോൾ നമുക്കറിയാവുന്നതുപോലെ സകല മാനവജാതിയും ദൈവത്തിന്റെ പക്കൽ നിന്നും, അപ്പന്റെ അടുക്കൽ നിന്നും നഷ്ടപ്പെട്ടവരാണ്, കാണാതെ പോയവരാണ്. ഇവിടെ ഈ അതിന്റെ 13-ാം വാക്യം നമുക്ക് ഒരു പ്രാവശ്യം ഒന്ന് വായിക്കാം. നമുക്ക് സുപരിചിതമാണെങ്കിലും ആ വാക്യങ്ങളിലൂടെ ഇന്ന് രാത്രി നമുക്കൊന്ന് സഞ്ചരിക്കാം. അതിന്റെ 13-ാം വാക്യം: ഏറെ നാൾ കഴിയും മുമ്പേ ഇളയ മകൻ സകലവും സ്വരൂപിച്ച് ദൂരദേശത്തേക്ക് യാത്രയായി അവിടെ ദുർനടപ്പുകാരനായി ജീവിച്ചു, വസ്തു നാനാവിധമാക്കി കളഞ്ഞു. ദൈവത്തിന് സ്തോത്രം.
ഇവിടെ ഒരപ്പന് 2 മക്കളുണ്ടായിരുന്നു എന്ന് കർത്താവ് തന്റെ ഉപമയിൽ ഓർപ്പിക്കുകയാണ്. അവള് ഇളയവൻ അപ്പന്റെ അടുക്കലേക്ക് കടന്നു വന്നിട്ട് ഇപ്രകാരം പറയുകയാണ്, അപ്പ വസ്തുവിൽ എനിക്ക് വരേണ്ടുന്ന പങ്ക് തരേണമേ. ചോദ്യം കേട്ട മാത്രയിൽ ഒരുപക്ഷെങ്കിൽ ഈ അപ്പൻ വളരെ സ്നേഹനിധിയായ അപ്പനായിരുന്നത് കൊണ്ടായിരിക്കാം, വളരെ വാത്സല്യമുള്ള അപ്പനായിരുന്നത് കൊണ്ടായിരിക്കാം, മറ്റൊരു പ്രശ്നം ഉണ്ടാക്കുവാൻ മനസ്സില്ലാത്ത ഒരപ്പനായിരുന്നത് കൊണ്ടായിരിക്കാം. നമുക്കറിയാം, ഈ ലോകത്തിലെ മക്കളൊക്കെ ചെന്ന് അപ്പന്മാരോട് പറഞ്ഞാൽ അവിടെ നിൽക്ക്, സമയം ആയിട്ടില്ല, നിന്റെ സമയമായിട്ടില്ല, നിനക്കിത് തരേണ്ടത് എപ്പോഴാണെന്ന് എനിക്കറിയാം, അപ്പോൾ ഞാന് തരാം. ഇവിടുത്തെ അപ്പന്മാരൊക്കെ ഈ വസ്തുവകകൾ പിടിച്ചു വെക്കുവാനിടയായി തീരുമ്പോൾ ഈ പിതാവുണ്ടല്ലോ, കേട്ട മാത്രയിൽ ചോദിച്ച മാത്രയിൽ അവന്റെ പങ്ക് വസ്തുവകയിൽ അവന് വരേണ്ടത് പകുത്തു കൊടുക്കുവാൻ ഇടയായി തീർന്നു. ശേഷം നാം ഈ മകനെ കുറിച്ച് വായിക്കേണ്ടതാണ്. അതിന്റെ 13-ാം വാക്യത്തിൽ വായിച്ചത്, ഏറിയ നാൾ കഴിയും മുൻപേ ഇളയ മകൻ സകലവും സ്വരൂപിച്ചു ദൂരദേശത്തേക്ക് യാത്രയായി. അപ്പോൾ ഈ മകന്റെ ഒന്നാമത്തെ പ്രത്യേകത ഇവിടെ നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നത്, ഇവൻ എന്ത് ചെയ്യുകയാണ്? അപ്പന്റെ അടുക്കൽ നിന്ന് കടന്നു പോവുകയാണ്. എന്തുദ്ദേശിച്ചുകൊണ്ടാണ് ഇവൻ പോകുന്നത്? എന്ത് ചിന്തിച്ചുകൊണ്ടാണ് ഇവൻ പോകുന്നത്? അവിടെ എന്താ നമ്മൾ വായിക്കുന്നത്? സകലവും സ്വരൂപിച്ചു പോയി. അപ്പോൾ അവന്റെ മനസ്സിൽ, അവന്റെ ഹൃദയത്തിലുണ്ടായ ആശ, ചിന്ത ഇപ്രകാരമാണ്, എനിക്ക് കിട്ടേണ്ടതൊക്കെ കിട്ടി, ഞാൻ നേടേണ്ടതൊക്കെ നേടി, ഇനി അതുകൊണ്ട് ഇവിടെ നിൽക്കേണ്ട ആവശ്യം ഇല്ല, ഇനി അപ്പന്റെ വീട്ടിൽ നിൽക്കേണ്ട ആവശ്യമില്ല, ഇനി ഇവിടെ നിന്ന് എനിക്കൊന്നും കിട്ടാനില്ല, എനിക്ക് നേടേണ്ടതൊക്കെ ഞാൻ നേടിക്കഴിഞ്ഞു, എനിക്ക് സ്വരൂപിക്കേണ്ടതൊക്കെ ഞാൻ സ്വരൂപിച്ചു കഴിഞ്ഞു, അതുകൊണ്ട് ഞാൻ പോകുകയാണ്. പ്രിയപ്പെട്ടവരെ, ആശയം എങ്ങനെ പറയട്ടെ, ഇന്നിന്റെ മനുഷ്യന്റെ ചിത്രമാണ് ഈ മകനിൽ നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നത്. ഇന്നിന്റെ മനുഷ്യൻ ഒരു ദൈവമുണ്ടെന്ന് പറയുമ്പോൾ അവൻ ആ ദൈവത്തിന്റെ അടുക്കൽ നിന്ന് അവൻ മാറിപ്പോകുകയാണ്. എന്താ കാരണമെന്നറിയാമോ? അവൻ ചിന്തിക്കുകയാണ്, എനിക്ക് കിട്ടേണ്ടതൊക്കെ കിട്ടി, ഞാൻ സ്വരൂപിക്കേണ്ടതൊക്കെ സ്വരൂപിച്ചു, ഞാൻ നല്ല വിദ്യാഭ്യാസം നേടി, ഞാൻ നല്ല സാമ്പത്തികമായി ധനികനായി തീർന്നു, ഈ ലോകത്തിൽ എനിക്ക് വരേണ്ട കാര്യങ്ങളൊക്കെ ഞാൻ നേടിയെടുത്തു, അതുകൊണ്ട് ഇനി ആരെ ആവശ്യമില്ല, ഒരു ദൈവത്തെ ആവശ്യമില്ല. ഇന്ന് രാവിലെ പരസ്യയോഗവും ഭവന സന്ദർശനങ്ങളും ഉണ്ടായിരുന്നു. ഞാനും പ്രിയ ദൈവദാസനും ഒരുമിച്ചാണ് കടന്നു പോകുവാനിടയായി തീർന്നത്. ഞങ്ങൾ ഒരുമിച്ച് പറയുവാൻ ഇടയായി തീർന്നു. കോളനി ഭാഗത്താണ് ഞങ്ങൾ ദൈവവചനവുമായി കടന്നു പോകുവാനിടയായി തീർന്നത്. ഉപദേശി അപ്പൊ പറഞ്ഞ ഒരു വാക്യമുണ്ട്, വലിയ വലിയ ആൾക്കാരുടെ വീടുകളിലൊക്കെ ചെന്നാൽ അവരെന്ത് ചെയ്യത്തില്ല, ഇതൊന്നും കേൾക്കത്തില്ല, ഇതിനൊന്നും വില കൊടുക്കില്ല, അവർക്കിത് കേൾക്കാൻ സമയമില്ല, അവർക്കൊരു ദൈവത്തെ വേണ്ട. അവരെന്താ ചിന്തിച്ചു വച്ചിരിക്കുന്നത്? ഞങ്ങൾ ധാരാളം സമ്പാദിച്ചു, ഞങ്ങൾ ധാരാളം സ്വരൂപിച്ചു, ഞങ്ങൾ ലോകത്തിലെല്ലാം നേടി, ഇനി ഞങ്ങൾക്കൊരു ദൈവത്തെ ആവശ്യമില്ല. വേദപുസ്തകത്തിലൊരു മറ്റൊരു ഉപമ കർത്താവായ യേശുക്രിസ്തു പറയുന്നുണ്ട്. ലൂക്കോസിന്റെ സുവിശേഷം 12-ാം അധ്യായം അതിന്റെ 19-ാം വാക്യത്തിലേക്ക് കടന്നു വരുമ്പോൾ അവിടെ ഒരു ധനികനായ മനുഷ്യൻ ഇപ്രകാരം തന്നോട് തന്നെ നോക്കി പറയുകയാണ്, ഏറിയ നാളത്തേക്കുള്ള വസ്തുവക ഞാന് സ്വരൂപിച്ചിരിക്കുന്നു, ഏറിയ നാളത്തേക്കുള്ള അനവധി വസ്തുവക എനിക്ക് ജീവിക്കുവാൻ, എന്റെ മക്കൾക്ക് ജീവിക്കുവാൻ, എന്റെ തലമുറയ്ക്ക് ജീവിക്കുവാൻ, 3ഉം 4ഉം തലമുറയ്ക്ക് ജീവിക്കുവാനുള്ളത് ഞാൻ നേടിക്കഴിഞ്ഞു. ഇനി എന്ത് ചെയ്യാം? തിന്നുക, കുടിക്കുക, ആനന്ദിക്കുക. അതല്ലേ പ്രിയപ്പെട്ടവരെ ലോകത്തിൽ നമുക്ക് കാണുവാൻ സാധിക്കുന്നത്? ഒരു ദൈവമുണ്ടെന്ന് പറഞ്ഞാൽ മനുഷ്യൻ പുച്ഛിക്കുകയല്ലേ?
ഒരു ദൈവമുണ്ടെന്ന് പറഞ്ഞാൽ മനുഷ്യൻ പുറംകാലം കൊണ്ട് തട്ടിക്കളയുകയല്ലേ? മനുഷ്യനെ സ്നേഹിച്ച്, മനുഷ്യന് വേണ്ടി ജീവൻ കൊടുത്ത്, മനുഷ്യന് വേണ്ടി പ്രാണൻ വെടിഞ്ഞ് അവനെ വീണ്ടെടുത്ത ഒരു ദൈവമുണ്ടെന്ന് പറയുമ്പോൾ നിങ്ങൾ 21-ാം നൂറ്റാണ്ടിലല്ലേ ജീവിക്കുന്നത്? ഇത് ടെക്നോളജി യുഗമല്ലേ? താണ്ടെ AI ഒക്കെ കണ്ടുപിടിച്ചു വെച്ചിരിക്കുക. അതിന്റെ നടുവിൽ നിന്ന് നിങ്ങൾ പറയുക ഒരു ദൈവമുണ്ടെന്ന്. ബുദ്ധിയും ബോധവും വിവരവുമുള്ള ആരെങ്കിലും വിശ്വസിക്കുമോ? ഒരുപോലെ പറഞ്ഞോ, ഇവിടെ ഒരു ദൈവമില്ല. നാം തിന്നുക, കുടിക്കുക, ആനന്ദിക്കുക, നാളെ ചാകുമല്ലോ. ഇവിടെയാണ് സ്വർഗം, ഇവിടെയാണ് നരകം, ഇവിടെയാണ് സകലതും. ഇതിനപ്പുറത്ത് യാതൊന്നുമില്ല. പിന്നെ എന്തിനൊരു ദൈവത്തെ ഞാൻ അന്വേഷിക്കണം? പിന്നെ എന്തിനൊരു ദൈവത്തിന്റെ പിന്നാലെ പോകണം? ഇതല്ലേ ലോകത്തിൽ നമുക്ക് കാണുവാൻ സാധിക്കുന്നത്? ഈ മനുഷ്യന്റെ ചിന്ത എന്താണെന്ന് അറിയാമോ? സകലവും ഞാൻ നേടിക്കഴിഞ്ഞു. ഇന്ന് രാത്രി പറയട്ടെ പ്രിയപ്പെട്ടവരെ, സകലവും നേടിക്കഴിഞ്ഞു എന്ന് ചിന്തിക്കുന്ന ആരെങ്കിലും എന്നെ കേൾക്കുന്നുണ്ടെങ്കിൽ ഈ ദൈവവചനത്തിന്റെ അടിസ്ഥാനത്തിൽ ഞാൻ പറയുക, ആ മനുഷ്യനോട് ദൈവം വിളിച്ചു ചോദിക്കാൻ ഇടയായി തീർന്നു, മൂഢ, ഇന്ന് രാത്രി നിന്റെ ആത്മാവിനെ നിന്നോട് ചോദിച്ചാൽ, നിന്റെ പ്രാണനെ നിന്നോട് ചോദിച്ചാൽ, നീ ഒരുക്കി വെച്ചതൊക്കെ ആർക്കായി തീരുവാനിടയായി തീരും? നീ കുറെ സമ്പാദിച്ചല്ലോ, നീ കുറെ നേടിയെടുത്തല്ലോ, തട്ടിപ്പ് നടത്തി, വെട്ടിപ്പ് നടത്തി, അസാൻമാർഗികമായി ജീവിച്ച് അനീതിയുടെ മാർഗത്തിൽ കള്ളത്തരവും കൊള്ളത്തരവും കൊണ്ട് കുറെ നേടിയെടുത്തല്ലോ, സമ്പാദിച്ചല്ലോ. മിടുക്കനാണെന്ന് വിചാരിക്കുന്നുണ്ടോ? നേടിക്കഴിഞ്ഞെന്ന് വിചാരിക്കുന്നുണ്ടോ? സ്വരൂപിച്ചെന്ന് വിചാരിക്കുന്നുണ്ടോ? പ്രിയ സ്നേഹിത, ദൈവവചനം നിന്നെ വിളിക്കുന്നത് മൂഢ എന്നാണ്. ദൈവവിഷയമായി സമ്പന്നനാകാതെ തനിക്കു തന്നെ ഈ ഭൂമിയിൽ നിക്ഷേപിക്കുന്നവരുടെ അവസ്ഥ ഇങ്ങനെയാകുന്നു. ഇത് നേടിക്കഴിഞ്ഞുവെന്ന് തോന്നിയാൽ പിന്നെ എന്താ ചെയ്യുന്നത്? അവനെ കുറിച്ച് അവിടെ നമ്മൾ വായിച്ചത്, അവൻ സകലവും സ്വരൂപിച്ച് ദൂരദേശത്തേക്ക്. അപ്പോൾ ഈ മനുഷ്യന്റെ രണ്ടാമത്തെ പ്രത്യേകത, സകലവും സ്വരൂപിച്ച് കഴിഞ്ഞു എന്ന് ചിന്തിച്ചാൽ പിന്നെ എവിടെ പോകും? ദൂരവേ പോകും, ദൂരവേ പോകും. എവിടെ നിന്ന് പോകും? അപ്പന്റെ ഭവനത്തിൽ നിന്ന് പോകും. എവിടെ നിന്ന് പോകും? അപ്പന്റെ അടുക്കൽ നിന്ന് പോകും. ഞാൻ പറയട്ടെ പ്രിയപ്പെട്ടവരെ, ഇന്ന് ലോകത്തിലെ മനുഷ്യൻ ദൈവത്തിൽ നിന്ന് എത്രമാത്രം ദൂരത്താണായിരിക്കുന്നത്. കഴിഞ്ഞ രാത്രി നമ്മൾ കേട്ടില്ലേ, മനുഷ്യൻ ദൂരസ്ഥനായിരിക്കുകയാണ്, മനുഷ്യൻ ദൈവത്തിൽ നിന്ന് അകന്നുപോയിരിക്കുകയാണ്. എന്താ കാരണം? നിന്നെയും ദൈവത്തെയും തമ്മിൽ അകറ്റിയത് നിങ്ങളുടെ പാപമത്രേ. നേടിക്കഴിഞ്ഞ ലോകത്തിൽ പാപകരമായി ജീവിച്ച്, ലോകത്തിൽ അനീതിയോടെ ജീവിച്ച്, സമ്പത്ത് നേടി ഇല്ലേ? ലോകത്തിനെ കുറിച്ച് നമ്മൾ എന്താ വായിക്കുന്നത്? അവൻ എന്ത് ചെയ്തു? നേടി ഓടി ചെന്ന് കൂടാരം മാറ്റി അടിച്ച് എവിടെ ചെന്നു? സോദോം പട്ടണവാതിൽക്കൽ ചെന്നു. അബ്രഹാം ദൈവഭവനത്തിലേക്ക് യാത്ര ചെയ്യുവാനിടയായി തീർന്നപ്പോൾ, ദൈവ കൂടാരത്തിലേക്ക് യാത്ര ചെയ്യുവാനിടയായി തീർന്നപ്പോൾ, ഒരു ദൈവത്തെ അന്വേഷിച്ച് ദൈവത്തെ ആരാധിക്കുന്നവനായി ജീവിച്ചപ്പോൾ അവരോട് കൂടെ നടന്ന ലോത്ത് എന്ത് ചെയ്തു? നീരോട്ടമുള്ളത് നോക്കി, പച്ചപ്പ് നോക്കി, ലോകത്തിലെ മഹിമകൾ നോക്കി, ധനം നോക്കി, സമ്പത്ത് നോക്കി, സ്ഥാനമാനം നോക്കി, ലോകത്തിലെ വില നോക്കി പോയി എവിടെ പോയി? നാശത്തിന്റെ അടുക്കലേക്ക്, സോദോം പട്ടണവാതിൽക്കലേക്ക്. സകലവിധ അധാർമികതയും സകലവിധ മ്ലേച്ഛതകളും സകലവിധ അനീതിയും നിറഞ്ഞ ആ അനീതിയുടെ തുറമുഖത്തേക്ക് അവൻ എന്ത് ചെയ്തു? നീട്ടി തന്റെ കൂടാരം അടിക്കുവാനിടയായി തീർന്നു. മടങ്ങിപ്പോരുന്നപ്പോൾ ഒന്നും കൊണ്ടുപോയില്ല കേട്ടോ, ഒന്നും കൊണ്ടുപോയില്ല. അബ്രഹാമിനെ വിചാരിച്ച് അവന്റെ ജീവനല്ലാതെ സോദോമിൽ നീ നേടിയതൊന്നും ഇവിടെ നിന്ന് കൊണ്ടുപോകുവാൻ നിനക്ക് കഴിയുകയില്ല. നീ 6 അടി മണ്ണിൽ നിനക്ക് ആകെ കൊണ്ടുപോകാൻ സാധിക്കുന്നത് ഈ ഇട്ടേക്കുന്ന വേഷം മാത്രമാ, അല്ലാതൊന്നും ഇവിടെ നിന്ന് നിനക്കാരും തന്നുവിടുകയില്ല. നീ നേടിയതൊക്കെ ഇവിടെ വിടും.
നീ സമ്പാദിച്ചതൊക്കെ ഇവിടെ ഉപേക്ഷിക്കും. ബാങ്ക് നിറച്ചില്ലേ? ആര് കണ്ടു? ആരുപയോഗിക്കും? ആർക്കു വേണ്ടിയാ ഈ കള്ളത്തരവും കൊള്ളത്തരവും നടത്തുന്നത്? ആർക്കു വേണ്ടിയാ ഈ തട്ടിപ്പും വെട്ടിപ്പും നടത്തുന്നത്? ആർക്കു വേണ്ടിയാ ഈ സമ്പാദിച്ചു കൂട്ടുന്നത്? ഇതൊന്നും കൊണ്ടുപോകില്ല കേട്ടോ. നീ ദൈവത്തിൽ നിന്ന് അകന്നവനായി നിൽക്കുകയാണ്. ഇവൻ എന്ത് ചെയ്തു? ദൈവത്തിൽ നിന്ന് ദൂരവേ പോകുവാനായി. തീർന്നില്ല. ദൈവത്തിൽ നിന്ന് ദൂരെ പോയിട്ട് എന്ത് ചെയ്തു? അവിടെ ഇപ്പൊ പിന്നെ പ്രശ്നമൊന്നുമില്ല അല്ലേ? ഒരു ദൈവമുണ്ടെങ്കിലേ ധാർമ്മികമായി ജീവിക്കേണ്ട ആവശ്യമുള്ളൂ. ഒരു ദൈവമുണ്ടെങ്കിലേ ഇവിടെ വിശുദ്ധിയോടെ ജീവിക്കേണ്ട ആവശ്യമുള്ളൂ. ഒരു ദൈവമുണ്ടെങ്കിലേ ഇവിടെ ഭയത്തോടെ ജീവിക്കേണ്ട ആവശ്യമുള്ളൂ. ഇതൊന്നുമില്ലെങ്കിലോ പോയ വഴിയെ പോകാം. ആരും ചോദിക്കുകയില്ല, ഒന്നും പറയുകയില്ല. നിങ്ങൾക്കറിയാമോ പ്രിയപ്പെട്ടവരെ, എന്തുകൊണ്ടാ ഇന്നിന്റെ ലോകം ഇവിടെ ദൈവമില്ലെന്ന് പറയുന്നത്? അതിന്റെ മൂല കാരണം അവന് ഇഷ്ടമുള്ളതുപോലെ അവന് ജീവിക്കുവാൻ വേണ്ടിയാണ്. ആരും ചോദ്യം ചെയ്യാതെ, ആരോടും കണക്ക് ബോധിപ്പിക്കേണ്ടാത്തതായി, ആരോടും ഒന്നും പറയേണ്ടതായി അവനെന്താ പറയുന്നത്? മനുഷ്യന് ഇഷ്ടമുള്ളതുപോലെ ഒരു ജീവിതമല്ലേ ഉള്ളൂ. അടിച്ച് പൊളിച്ച് സുഖിച്ച് ധൂർത്ത് ചെയ്ത് ജീവിച്ചു. ആര് ചോദ്യം ചെയ്യും? ഇഷ്ടമുള്ളതുപോലെ ജീവിക്കാം. ഇന്നിന്റെ യുവതലമുറൊക്കെ പോകുന്ന പോക്ക് കണ്ടാൽ പ്രിയപ്പെട്ടവരെ, എത്ര നാളി ലോകമുണ്ടെന്ന് നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ? നമ്മുടെ മക്കളെയൊക്കെ നമ്മൾ പഠിപ്പിക്കാൻ വിടും. ബാംഗ്ലൂരും കർണാടകയിലും അവിടെയും ഇവിടെയും ഒക്കെ വിടും. ഇവിടം വിട്ട് അപ്പനെ വിട്ടു പോയാൽ പിന്നെ എങ്ങനെ വേണമെങ്കിലും അവരെന്താ ചിന്തിക്കുന്ന? ആരും കാണുന്നില്ല, അപ്പൻ കാണുന്നില്ല, വീട്ടുകാർ കാണുന്നില്ല. എങ്ങനെ വേണമെങ്കിലും ജീവിക്കാം. മനുഷ്യ, നീ കണ്ടെത്തിയ ഉപാധി കൊള്ളാം. നിനക്ക് സുഖലോലുപനായി ജീവിക്കുവാൻ, നിനക്ക് അസാൻമാർഗികമായി ജീവിക്കുവാൻ, നിനക്ക് ദുർനടപ്പുകാരനായി ജീവിക്കുവാനല്ലേ ഒരു ദൈവമില്ലെന്ന് നീ പറയുന്നത്? ഈ അപ്പനെ വേണ്ട എന്ന് പറയുന്നത്? യോബിന്റെ പുസ്തകം 21-ാം അധ്യായം അതിന്റെ 13 മുതൽ 15 വരെയുള്ള വാക്യങ്ങൾ ഒന്ന് ശ്രദ്ധിക്കാം. യോബിന്റെ പുസ്തകം 21-ാം അധ്യായം അതിന്റെ 13 മുതൽ 15 വരെയുള്ള വേദഭാഗം. അവർ സുഖമായി നാൾ കഴിക്കുന്നു, മാത്ര കൊണ്ട് പാതാളത്തിലേക്ക് ഇറങ്ങുന്നു. അവർ ദൈവത്തോട് ഞങ്ങളെ വിട്ടുപോകാം. ശ്രദ്ധിക്കണേ, അവർ ദൈവത്തോട് ഞങ്ങളെ വിട്ടുപോകാം. നിന്റെ വഴികളെ അറിയുവാൻ നിങ്ങളെ വഴികളെ അറിയുവാൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നില്ല. വഴിത്തലയ്ക്കലും തെരുവീതികളിലുമൊക്കെ നിന്ന് ഈ സുവിശേഷം പറയുമ്പോ ഞങ്ങളെ കുറ്റം പറയുന്നവരുണ്ട്, അരുതാത്ത വാക്ക് പറയുന്നവരുണ്ട്, പുച്ഛിക്കുന്നവരുണ്ട്. അവർ പറയുക ദൈവമൊന്നുമില്ല. അവർ ദൈവത്തോട് പറയുക ഞങ്ങളെ വിട്ടു പോക. നിന്റെ വഴി ഞങ്ങൾക്ക് വേണ്ട, നിന്റെ പാവ ഞങ്ങൾക്ക് വേണ്ട. അല്ലയോ പ്രിയപ്പെട്ടവരെ, അല്ലയോ കടമ്പനാട്, അല്ലയോ ഐവരുകാര്, ഇതല്ലേ ലോകത്തിലെ മനുഷ്യൻ? ഇങ്ങനെയല്ലേ ലോകത്തിലെ മനുഷ്യനെ നമുക്ക് കാണുവാൻ സാധിക്കുന്നത്? അതിനുശേഷം എന്ത് ചെയ്തു? ദുർനടപ്പുകാരനായി ജീവിച്ചു. ദൈവമില്ലാതെ ദുർനടപ്പുകാരനായി ജീവിച്ചു. അടുത്തത്, ഞങ്ങൾ സർവശക്തനെ സേവിപ്പാൻ അവനോട് പ്രാർത്ഥിച്ചാൽ എന്ത് പ്രയോജനമെന്ന് പറഞ്ഞു. ഓക്കെ, നമ്മൾ യോബിന്റെ പുസ്തകം വായിച്ച വാക്യം വായിച്ചത്. ഞങ്ങൾ സർവശക്തനെ സേവിപ്പാൻ അവനാരാണ്? അവനോട് പ്രാർത്ഥിച്ചാൽ എന്താ പ്രയോജനം? ഇതൊക്കെയാ ചോദിക്കും. നമുക്ക് സമയമില്ലല്ലോ. നമുക്ക് ലൂക്കോസിന്റെ വിശേഷത്തിലേക്ക് വരാം. ദുർനടപ്പുകാരനായി ജീവിച്ചു. അടുത്തത് അതിന് 15-ാം വാക്യം 13-ാം വാക്യത്തിന്റെ അവിടെ ദുർനടപ്പുകാരനായി ജീവിച്ചു. വസ്തു നാനാവിധമാക്കി. ശ്രദ്ധിക്കണേ, വസ്തു നാനാവിധമാക്കി. അപ്പന്റെ സ്വത്ത് നശിപ്പിക്കുന്ന മനുഷ്യൻ. ദൈവം എത്ര അനുഗ്രഹീതമായിട്ടാണ് മനുഷ്യനെ സൃഷ്ടിക്കുവാനിടയായി തീർന്നത്. എത്ര പവിത്രമായിട്ടാണ് ദൈവം തന്റെ കരവേലയാൽ മനുഷ്യനെ ഉണ്ടാക്കുവാനിടയായി തീർന്നത്. അപ്പൻ നിനക്ക് തന്ന
ഈ ശരീരം നീ നശിപ്പിച്ചുകൊണ്ടിരിക്കുകയല്ലേ? ഇന്നിന്റെ മനുഷ്യൻ അതല്ലേ ചെയ്യുന്നത്? വളരെ വിശുദ്ധിയോടുകൂടെ കാത്തു സൂക്ഷിക്കേണ്ട ദൈവത്തിന്റെ ആലയമാകുന്ന ഈ ശരീരമുണ്ടല്ലോ, ഇന്ന് ലോകത്തിലെ മനുഷ്യൻ എന്താ ഈ മനുഷ്യനെ കുറിച്ച് വായിക്കുന്നത് അറിയാമോ? അതിന്റെ 30-ാം വാക്യം വേശ്യമാരോടുകൂടി നിന്റെ മുതൽ തിന്നുകളഞ്ഞ നോക്കിക്കേ, ദുർനടപ്പുകാരനോ സ്വന്തം ശരീരത്തിന് വിരോധമായി പാപം ചെയ്യുന്നു. പാപം ചെയ്യുവാൻ തന്നെ താൻ ഏൽപ്പിച്ചു കൊടുക്കുകയാണ്. ദൈവം നിനക്ക് തന്ന ആരോഗ്യം നീ നഷ്ടപ്പെടുത്തുകയല്ലേ? പുതിയ രാസലഹരി വസ്തുക്കളൊക്കെ കണ്ടുപിടിച്ച് MDMA എന്ന് കേൾക്കുമ്പോ പാവപ്പെട്ട നമ്മളൊക്കെ വിചാരിക്കും ഏതാണ്ട് വലിയ ഡിഗ്രിയാ എന്റെ മോന് എടുത്തു വച്ചിരിക്കുന്നത്. നല്ല പ്രിയപ്പെട്ടവരെ, അത് മനുഷ്യനെ തകർക്കുന്ന വിഷവിത്താണ്. പണ്ടത്തെ കഞ്ചാവൊക്കെ പോയി അതിലും കൂടിയത്, അതിലൊന്നും മനുഷ്യന് തൃപ്തിയില്ലെന്നേ. അവൻ പുതിയത് കണ്ടുപിടിക്കുകയാ, ഈ ശരീരത്തെ നശിപ്പിക്കുകയാ, ഈ ആരോഗ്യത്തെ നഷ്ടപ്പെടുത്തുകയാ. ദൈവം മനുഷ്യന് നൽകിയ ശരീരത്തെ, ദൈവം മനുഷ്യന് നൽകിയ ആ ആരോഗ്യത്തെ, ദൈവം വെച്ച കുടുംബ ജീവിതത്തെ മനുഷ്യൻ എന്ത് ചെയ്യാ? നഷ്ടമാക്കിക്കൊണ്ടിരിക്കുക, നാനാവിധമാക്കിക്കൊണ്ടിരിക്കുക. ഇന്ന് കുടുംബ ജീവിതങ്ങളുണ്ട്. അവരെന്താ പറയുന്നത്? ലിവിങ് ടുഗദർ. കുറച്ചു നാള് നിനക്ക് കൊള്ളാവുന്ന ഒരുത്തന്റെ കൂടെ പോകാം, കുറച്ചു നാള് നിനക്ക് കൊള്ളാവുന്ന ഒരുത്തിയോടുകൂടെ പോകാം, കുറച്ചു നാളൊക്കെ ഒരുമിച്ച് ജീവിക്കാം. എന്നിട്ട് കുറച്ചു നാള് കഴിയുമ്പോൾ വേണ്ടാന്ന് തോന്നുകയാണെങ്കിൽ ഉടുപ്പൂരി മാറ്റുന്നത് പോലെ ഇതിനെ അങ്ങോട്ട് മാറ്റിയിട്ട് അടുത്തതിന്റെ പിന്നാലെ യാതൊരു കമ്മിറ്റ്മെന്റുമില്ല, യാതൊരു ബന്ധവുമില്ല മനുഷ്യൻ തമ്മിൽ. അവൻ തന്റെ ജീവിതത്തെ നശിപ്പിക്കുകയാണ്. ദൈവം വെച്ച വ്യവസ്ഥകളെ മനുഷ്യൻ മറികടക്കുകയാണ്. ദൈവം തന്ന അനുഗ്രഹീതമായ ശരീരത്തെ മനുഷ്യൻ നഷ്ടപ്പെടുത്തുകയല്ലേ ചെയ്യുന്നത്? വിവരിക്കാൻ എനിക്ക് സമയമില്ല കേട്ടോ. ഇങ്ങനെ പറഞ്ഞു പോയാൽ നിങ്ങൾ ഏകദേശം ഒരു 10 മണി വരെ ഇവിടെ ഇരുന്നാലും ഞാൻ എഴുതിക്കൊണ്ടുവന്ന ഈ ആശയം തീരുകയില്ല. ഇതാണ് ലോകം, ഇതാണ് ഈ മനുഷ്യൻ. 14-ാം വാക്യം. ഇന്ന് ക്രൂശിലെത്തുമെന്ന് അറിഞ്ഞൂടാ, എങ്ങനെയും ഞാൻ എത്തിക്കും. എല്ലാം ചെലവഴിച്ച ശേഷം ശ്രദ്ധിക്കണേ. ആ ദേശം മതി. എല്ലാം ചിലവഴിച്ച ശേഷം ഇവിടെ നേടിയതൊക്കെ എന്ത് ചെയ്യും? ചിലവഴിച്ച് തീരുന്ന ഒരു ദിവസമുണ്ട്. നിന്റെ ഈ മിടുക്ക് കൊണ്ട്, നിന്റെ ഈ ആരോഗ്യം കൊണ്ട്, നിന്റെ ഈ ബലം കൊണ്ട്, നിന്റെ ഈ സമ്പത്ത് കൊണ്ട് നീ ജീവിച്ച് ഒരിക്കൽ എന്ത് ചെയ്യും? എല്ലാം നീ ചിലവഴിച്ച് തീർക്കുന്ന ഒരു ദിവസമുണ്ട്. എല്ലാം കഴിയുന്ന ഒരു ദിവസമുണ്ട്. നീ നിസ്സഹായനായി നിൽക്കുന്ന ഒരു ദിവസമുണ്ട്. നീ ഒറ്റയ്ക്കാകുന്ന ഒരു ദിവസമുണ്ട്. ഇവിടെ നേടിയതൊന്നും കൂട്ടിന് വരാത്ത ഒരു ദിവസമുണ്ട്. ദൈവം നിന്നോട് കണക്ക് ചോദിക്കുന്ന ഒരു ദിവസമുണ്ട് സ്നേഹിത. ദൈവത്തെ കുറിച്ച് പറഞ്ഞപ്പോ നിന്റെ ബലത്തിൽ ആശ്രയിച്ച്, നിന്റെ സമ്പത്തിൽ ആശ്രയിച്ച്, നിന്റെ പദവികളിൽ ആശ്രയിച്ച് നീ പറഞ്ഞില്ലേ ഇതൊന്നും വേണ്ടെന്ന്. നിന്റെ ധനം പോകുന്ന ഒരു ദിവസമുണ്ട്, നിന്റെ മാനം പോകുന്ന ഒരു ദിവസമുണ്ട്. നീ ഒരുക്കി വെച്ച, സ്വരുക്കൂട്ടി വെച്ചത് സകലതും ചിലവായി തീരുന്ന ഒരു ദിവസമുണ്ട്. ഒരിക്കൽ തീയിലൂടെ കടന്നു പോകുമ്പോൾ വെന്തുപോകും. എന്ത് ശേഷിക്കുവാനിടയായിത്തീരും? ഒരിക്കൽ വെറുകയായി നിൽക്കേണ്ടി വരും. അതുകൊണ്ട് കഴിഞ്ഞ രാത്രി നാം കേൾക്കുകയുണ്ടായി, ജ്ഞാനി തന്റെ ജ്ഞാനത്തിൽ പ്രശംസിക്കരുത്, ധനവാൻ തന്റെ ധനത്തിൽ പ്രശംസിക്കരുത്, പിന്നെ ബലവാൻ തന്റെ ബലത്തിൽ. ഇത് ക്ഷയിക്കുന്നതാണെന്ന്, ധനം പോകുന്നതാണെന്നൊരു ചൊല്ലില്ലേ? പണം ഇന്ന് വരും നാളെ പോകുമെന്ന്. നീ കൂട്ടിവെച്ചതൊക്കെ ഒരു ക്യാൻസർ വന്നാൽ മതി, കൊണ്ടു കൊടുക്കും. ജീവിതത്തിൽ നീ നിസ്സഹായനായി തീരും, നീ ഒറ്റയ്ക്കായി തീരും. നീ ഇതൊക്കെ ചിലവഴിച്ചു തീരുന്ന ഒരു ദിവസമുണ്ട്. എല്ലാം ചിലവഴിച്ച ശേഷം ആ ദേശത്ത് കഠിനക്ഷാമമുണ്ടായിട്ട് കഠിനക്ഷാമമുണ്ടായി. ശ്രദ്ധിക്കണേ, ഞാൻ ന്യായവിധി ദിവസത്തിലേക്ക് ആ കഠിനക്ഷാമത്തെ ഒന്ന് ചേർത്ത്
കെട്ടുകയാണ്. പറയട്ടെ, നിനക്ക് ഇനി ഒരു വാക്യം കൂടെ അവിടെയുണ്ട്. കഠിനക്ഷാമം ഉണ്ടായിട്ട് അവന് മുട്ടുവന്നു. ഒരിക്കൽ നിനക്ക് മുട്ടുവരും. ഞാൻ നിന്നോട് കാര്യം തീർക്കുന്ന നാളിൽ നിന്റെ കൈകൾ ബലപ്പെട്ടിരിക്കുമോ? നീ നേടിയതൊന്നും പോരാതെ വരുന്ന, നിന്റെ വാക്ക് മുട്ടിപ്പോകുന്ന, നിന്റെ സംസാരത്തിന് മുട്ടുവരുന്ന, നിനക്ക് മറുപടിയില്ലാത്ത ഒരു ദിനം വരുവാനായിട്ട് പോകുക, ഒരു കഠിനക്ഷാമം വരാനായിട്ട് പോകുക. നീ സ്വരൂപിച്ച് കൂട്ടിയതൊന്നും യാതൊരു പ്രയോജനവും ചെയ്യാത്ത ഒരു ദിനം വരുവാനായിട്ട് പോകുക. പ്രിയപ്പെട്ടവരെ, ഇത് മനസ്സിലാക്കുമോ? ഈ പുത്രൻ നമ്മുടെ പ്രതിനിധിയാണ്. ഇങ്ങനെയല്ലേ നിന്റെ മനുഷ്യൻ ജീവിക്കുന്നത്? എന്റെ മുൻപിൽ സമയമില്ലല്ലോ. പ്രിയപ്പെട്ടവരെ, ഇനി ഏതാശയം പറയണമെന്നുള്ളതും പ്രയാസമാണ്. അവന്റെ നഷ്ടത്തെക്കുറിച്ചൊന്ന് ചിന്തിച്ചു നോക്കിക്കേ. കേവലം ഒരു അപ്പനെ മാത്രമാണോ അവന് നഷ്ടപ്പെട്ടത്? കേവലം അപ്പൻ എന്ന ഒരു വ്യക്തിയെ മാത്രമാണോ അവൻ നഷ്ടപ്പെട്ടത്? അപ്പന്റെ അടുക്കൽ നിന്ന് പോയപ്പോൾ, ആ അപ്പന്റെ ഭവനത്തിലായിരുന്നപ്പോൾ അവൻ എന്തുമാത്രം സന്തോഷം അനുഭവിക്കുവാനായിട്ടിടയായി തീർന്നിരുന്നു. ഇപ്പോൾ അവൻ കരയുക. എവിടെ കിടക്കുന്നറിയാമോ? പന്നിക്കൂട്ടിൽ. അപ്പന്റെ അടുക്കലായിരുന്നപ്പോൾ എത്ര സുഖമായിരുന്നു, എത്ര സന്തോഷമായിരുന്നു. പ്രിയപ്പെട്ടവരെ, നിങ്ങൾ ഈ സന്തോഷത്തിലേക്ക് വരുവാനാണ് ഈ ചിലവ് ചെയ്ത് ഈ യോഗം നടത്തുന്നത്. ദുർഗന്ധം വമിക്കുന്ന പന്നിക്കൂട്ടങ്ങളുടെ ഇടയിലേക്ക് നിങ്ങൾ പോകാതെ ഇരിക്കുവാൻ അപ്പനൊരു അനുഗ്രഹീതമായ സ്വർഗീയ ഭവനം ഒരുക്കി നിന്നെ സ്നേഹത്തോടെ മാടി വിളിക്കുകയാണ്, കാത്തിരിക്കുകയാണ് നിന്റെ നഷ്ടം നികത്തുവാൻ. അപ്പന്റെ സാന്നിധ്യം നിനക്ക് നഷ്ടപ്പെട്ടില്ലേ? അതല്ലേ മനുഷ്യനെ കുറിച്ച് ഏതെങ്കിലും നമുക്ക് കാണുവാൻ സാധിക്കുന്നത്, ഇല്ലേ? വെയിലാറുമ്പോൾ ദൈവം ഇറങ്ങി വന്ന് എന്ത് ചെയ്യുമായിരുന്നു? അവരോടുകൂടെ സംസാരിക്കുമായിരുന്നു. അപ്പനോടുകൂടെ ആയിരിക്കുന്ന ആ അനുഭവം എത്ര അനുഗ്രഹീതമാണ് പ്രിയപ്പെട്ടവരെ. വിവരിക്കാൻ എനിക്ക് സമയമില്ല കേട്ടോ. ഈ അപ്പന്റെ സാന്നിധ്യം അവന് നഷ്ടപ്പെട്ടു. ഇപ്പോൾ അപ്പന്റെ സമ്പത്തെല്ലാം അവന് നഷ്ടമായി. അപ്പന്റെ വാത്സല്യവും സ്നേഹവും ഒക്കെ അവന് നഷ്ടമായി. ഇനി എന്താ നഷ്ടപ്പെട്ടത്? അവന്റെ കൂട്ടുകാര്. കാശുണ്ടായിരുന്നപ്പോ കൂട്ടുകാരുണ്ടായിരുന്നു, ഇപ്പോഴുണ്ടോ? ആരുമില്ല. കാശുള്ളപ്പോഴേ ഉള്ളുന്നേ ലോകത്തിലെ വില, കാശുള്ളപ്പോഴേ ഉള്ളു ലോകത്തിലെ ബഹുമാനം, കാശുള്ളപ്പോഴേ ഉള്ളു ലോകത്തിലെ കൂട്ടുകാര്. പറയട്ടെ പ്രിയപ്പെട്ടവരെ, ഇതൊക്കെ നഷ്ടപ്പെട്ടാൽ നിങ്ങൾ ഒറ്റയ്ക്കാണ്. പക്ഷെങ്കിൽ ഇതൊന്നുമില്ലെങ്കിലും നിങ്ങളെ സ്നേഹിക്കുന്ന ഒരു ദൈവമുണ്ട്, നിങ്ങളെ കാത്തിരിക്കുന്ന ഒരു അപ്പനുണ്ട്. സ്തോത്രം. ഇനി 15-ാം വാക്യം നമ്മൾ ആ ദേശത്തിലെ ഒരു പൗരന്മാരിൽ ചെന്ന് ആശ്രയിച്ചു. അവരോ അവനെ വയലിൽ പന്നികളെ മേയ്പ്പാൻ അയച്ചു ഏൽപ്പിച്ചു. പന്നി തിന്നുന്ന വാളവര കൊണ്ട് വയറ് നിറപ്പാൻ അവൻ ആഗ്രഹിച്ചു. അവന് കൊടുത്തില്ല. നീ ആശ്രയിക്കുന്ന മനുഷ്യനൊന്നും നിന്നെ രക്ഷിക്കുകയില്ല കേട്ടോ. വേദപുസ്തകം വിളിച്ചു പറയുക, സങ്കീർത്തനം 118 സങ്കീർത്തനത്തിൽ ഇങ്ങനെ പറയുകയാണ്, മനുഷ്യനിൽ ആശ്രയിക്കുന്നതിനേക്കാൾ യഹോവയിൽ ആശ്രയിക്കുന്നത് നല്ലത്. പ്രഭുക്കന്മാരിൽ ആശ്രയിക്കുന്നതിനേക്കാൾ യഹോവയിൽ ആശ്രയിക്കുന്നത് നല്ലത്. ഈ ലോകത്തിലെ ധനവാന്മാരിലാണോ ആശ്രയം? നിന്നെ രക്ഷിപ്പാൻ കഴിയാത്ത കേവലം മനുഷ്യനിലാണോ ആശ്രയിക്കുന്നത്? പ്രിയപ്പെട്ടവരെ, ഇവരൊക്കെ നിന്നെ കൈവിടും. ഇനി അവനെന്ത് നഷ്ടമായി? ആരോഗ്യം നഷ്ടമായി, ഇല്ലേ? വയറ് നിറപ്പാനായിട്ട് ആഗ്രഹിച്ചു, കിട്ടിയോ? ഇല്ലെന്നേ, അല്ലേ? ഇല്ലേ? ഏത് പുസ്തകത്തല്ലേ നമ്മളെ പഠിപ്പിക്കുന്നത്? മനുഷ്യൻ എന്തിനു വേണ്ടിയാ ജീവിക്കുന്നത്? ഇല്ലേ? ഇതിനു വേണ്ടിയാ ജീവിക്കുന്നത്. മതി വരുന്നില്ല. സഭാപ്രസംഗം 4:8 വായിച്ചേ. അങ്ങ് എത്തുമോന്ന് അറിഞ്ഞുകൂടാ, എങ്കിലും വായിച്ചോ. സഭാപ്രസംഗം 4:8.
ശ്രദ്ധിക്കണേ പ്രിയപ്പെട്ടവരെ. എടുത്തവർക്ക് വായിക്കാം. സൂര്യന് കീഴെ മായ കണ്ടു, ഏകാഗിയായ ഒരുത്തനുണ്ട്, അവനാരുമില്ല, മകനില്ല, സഹോദരനുമില്ല, എങ്കിലും അവന്റെ പ്രയത്നത്തിനൊന്നും അവസാനം വരുന്നില്ലെന്ന് മനസ്സിലായോ? 6:7 കൂടെ വായിച്ചു. 6:7. അവന്റെ വായ്ക്ക് വേണ്ടിയാകുന്നു, എങ്കിലും അവന്റെ കൊതിക്ക് മതി വരുന്നില്ല. അവന്റെ ആഗ്രഹമൊക്കെ അവന്റെ വയറിനും വേണ്ടി വായിക്കും വേണ്ടിയതാ, പക്ഷെ അവന്റെ കൊതിക്ക് മതി വരുന്നില്ല. നിങ്ങൾ സമ്പാദിച്ച്, നിങ്ങൾ എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ ഈ സമ്പാദിച്ചു കൂട്ടിയതൊക്കെ ആർക്ക് അനുഭവിക്കാനാ? ചിന്തിച്ചിട്ടുണ്ടോ? ബാങ്കിന് ഇറക്കിയ, ബാങ്കിലൊക്കെ കൊണ്ട് മനുഷ്യൻ എന്ത് ചെയ്യുക? ഡെപ്പോസിറ്റ് ഇടുക. മനുഷ്യനത് വേണ്ട, മനുഷ്യന് പൈസ വേണ്ട. അവൻ സമ്പാദിച്ചു കൂട്ടി എന്തിനായി കഷ്ടപ്പെടുന്നത്? ജീവിക്കാനല്ലേ പറഞ്ഞത്. വയറിനു വേണ്ടി സമ്പാദിച്ച് ഒരുത്തിനും മകനുമില്ല, സഹോദരനുമില്ല, ആരുമില്ല, കൊടുക്കാനും തിന്നാനും വയ്യല്ല. ഇതെല്ലാം സമ്പാദിച്ചു കഴിയുമ്പോൾ ഷുഗറും പ്രഷറും കൊളസ്ട്രോളും എല്ലാം കൂടെ വന്നേച്ച് ആര് തിന്നുമെന്നായി പറയുന്നത്? ആര് കൊണ്ടുപോകുമെന്നാ പറയുന്നത്? എങ്കിലും അവന്റെ അധ്വാനത്തിന് മതി വരുന്നില്ല. അവൻ പിന്നെയും അധ്വാനിക്കുക. അവന്റെ അധ്വാനമെല്ലാം അവന്റെ വയറിന് വേണ്ടിയാ, പക്ഷെങ്കിൽ അവന്റെ കൊതിക്ക് മതി വരുന്നില്ല. എന്താ പറഞ്ഞത്? ഇവന് വയറ് നിറഞ്ഞില്ലെന്ന് എന്ന് വെച്ചാൽ എന്തില്ല? തൃപ്തിയില്ല. അവന് തൃപ്തിയില്ലെന്ന്. അവൻ കുറെ അധ്വാനിച്ചു, കുറെ സ്വരൂപിച്ചു, ഇഷ്ടം പോലെ ജീവിച്ചു. ഇപ്പോൾ എന്തില്ല? തൃപ്തിയില്ല. നിങ്ങൾ ലോട്ടറി എടുത്തവരെയൊക്കെ ഒന്ന് പരിശോധിച്ചു നോക്കണം. പാളീസായി പോയി. ഒരുപാട് കിട്ടിയിട്ടൊന്നും കാര്യമില്ല പ്രിയപ്പെട്ടവരെ. സമയമില്ല. അപ്പനെ കൂടാതെ ഒന്നും ചെയ്യുവാൻ, എന്നെ പിരിഞ്ഞ് നിങ്ങൾക്കൊന്നും ചെയ്യുവാൻ കഴിയില്ല. സങ്കീർത്തനക്കാരൻ പറയുക, നീ ഒഴികെ എനിക്കൊരു നന്മയും ഇല്ല. ആ മുന്തിരിവള്ളിയിൽ വസിച്ചിട്ടല്ലാതെ ഈ കൊമ്പുകൾക്ക് ഫലം കായ്ക്കാൻ കഴിയുകയില്ല. പ്രിയപ്പെട്ടവരെ, അപ്പൻ വേണം, ഒരു സ്വർഗീയ പിതാവ് വേണം. നിങ്ങൾക്ക് ആ പിതാവുമായിട്ടൊരു ബന്ധം വേണം. ഇവിടെ നേടുന്നതൊക്കെ വ്യർത്ഥമായി തീരും. ആ അപ്പനെ അറിഞ്ഞില്ലെങ്കിൽ, ആ അപ്പനെ അനുഭവിച്ചില്ലെങ്കിൽ, ആ അപ്പന്റെ അടുക്കിലേക്ക് ചെന്നില്ലെങ്കിൽ എല്ലാം വൃഥാവാണ്. സുബോധമുണ്ടായി. അവൻ എന്ത് ചെയ്തു? സുബോധം വന്നു. അവൻ തന്നിലേക്ക് തന്നെ നോക്കി. ഞാൻ ഇനി വാക്യം വായിക്കണ്ട, നമുക്കറിയാമല്ലോ. അപ്പൊ തന്നിലേക്ക് തന്നെ ഒന്ന് നോക്കിയപ്പോ അവനൊരു കാര്യം മനസ്സിലായി. ഞാൻ എൻ്റെ അപ്പന്റെ അടുക്കലേക്ക് ചെന്ന് ഒരു കാര്യം പറയും, അപ്പാ, ഞാന് നിന്നോടും സ്വർഗത്തോടും പാപം ചെയ്തു. അവന് മനസ്സിലായ ഒരു കാര്യമുണ്ട്, ഞാനൊരു പാപിയാണ്, ഞാനൊരു യോഗ്യതയില്ലാത്തവനാണ്. അവിടെ പറയുന്നത്, നിന്റെ മകനെന്ന് വിളിപ്പാൻ ഞാൻ യോഗ്യനല്ല, ഞാൻ യോഗ്യതയില്ലാത്തവനാണ്, ഞാൻ അപ്പനെ ഉപേക്ഷിച്ചവനാണ്, അപ്പന്റെ ഭവനം വിട്ടവനാണ്, അപ്പന്റെ സമ്പത്ത് നശിപ്പിച്ചവനാണ്, അപ്പനെ വിട്ട് ദൂരെ പോയവനാണ്, ദുർനടപ്പുകാരനായി ജീവിച്ചവനാണ്, അപ്പന്റെ വസ്തു നാനാവിധമാക്കി കളഞ്ഞവനാണ്. അപ്പാ, ഞാൻ തിരിച്ചറിയുന്നു, ഞാനൊരു പാപിയാണ്, ഞാൻ നിന്നോടും സ്വർഗത്തോടും പാപം ചെയ്തിരിക്കുന്നു. ഇനി നിന്റെ മകൻ എന്ന് വിളിക്കാൻ എനിക്ക് യോഗ്യതയില്ല. എന്റെ കഴിവ് കൊണ്ടോ, എന്റെ യോഗ്യത കൊണ്ടോ, എന്റെ സ്ഥാനമാനങ്ങൾ കൊണ്ടോ, എന്റെ യാതൊരുമായ നന്മ കൊണ്ടോ എനിക്ക് ദൈവസന്നിധിയിൽ നിൽക്കുവാൻ യാതൊരു യോഗ്യതയുമില്ല. നീതിമാൻ ആരുമില്ല, ഒരുത്തൻ പോലുമില്ല. എല്ലാവരും ഒരുപോലെ വഴിതെറ്റി കൊള്ളരുതാത്തവരായി തീർന്നു. എല്ലാവരും ഒരുപോലെ ദൈവസന്നിധിയിൽ നിന്ന് നഷ്ടപ്പെട്ടു പോയി. എല്ലാവരും ഒരുപോലെ ദൈവസന്നിധിയിൽ നിന്ന് കാണാതെ പോകുവാനിടയായി. കാണാതെ പോയ മനുഷ്യ, നീ മനസ്സിലാകുന്നുണ്ടോ? തിരിച്ചറിയുന്നുണ്ടോ? നീ അപ്പന്റെ അടുക്കലല്ലെങ്കിൽ നീ പാപിയാണ്. ഇനി അതിന്റെ ആരും കൊടുത്തില്ല. 17-ാം വാക്യത്തിന്റെ അവസാനം അവൻ പറയുകയാണ്, ഞാനോ വിശപ്പ് കൊണ്ട് എന്റെ അവസാനം നാശമാണ്. മനസ്സിലായോ പ്രിയപ്പെട്ടവരെ? ഈ വേദവചനം നിങ്ങൾക്ക് മനസ്സിലാകുന്നുണ്ടോ? ഒന്നാം മകൻ പറയുകയാണ്, ഞാൻ പാപിയാണ്. എന്തുകൊണ്ടാ? അപ്പനെ ഉപേക്ഷിച്ചത് കൊണ്ട്, അപ്പന്റെ ഭവനം വിട്ടു പോയത് കൊണ്ട് ഞാൻ പാപിയാണപ്പാ. ഞാൻ നിന്റെ മുമ്പിൽ നിൽപ്പാ യോഗ്യത എനിക്കില്ല.
എന്റെ അവസാനത്തെ പറ്റി ഞാൻ ചിന്തിച്ചപ്പോൾ എനിക്ക് മനസ്സിലായി, ഞാൻ നാശയോഗ്യനാണ്, ഞാൻ നശിച്ചു പോകേണ്ടവനാണ്. ഇവിടെ കിടന്നാൽ നശിച്ചു പോകുകയേ ഉള്ളൂ. പാവം നിന്നെ നിത്യ നരകാഗ്നിയിലേക്ക് കൊണ്ടുപോകും. ചാകാത്ത പുഴുവിന്റെ അടയാത്ത തീയുടെയും മധ്യത്തിൽ നിത്യമരണത്തിലേക്ക്, നിത്യനാശത്തിലേക്ക് സോദര നീ കൈവിട്ടു പോകുവാനിടയായി തീരുന്നത്. ഭാവിക്ക് വേണ്ടി ഒരുക്കിയിടമാണ് നിത്യനരകാഗ്നി. ഭാവി അവിടെ ചെല്ലുകയുള്ളൂ. ഭാവിക്ക് മറ്റൊരിടമില്ല. പാപമാണ് നിന്റെ മുൻപിൽ നിൽക്കുന്നതെങ്കിൽ, പാപം മാറിപ്പോയിട്ടില്ലെങ്കിൽ ഒരു വഴിയേ ഉള്ളൂ. പ്രാർത്ഥിച്ചത് കൊണ്ടോ, പാട്ടുപാടിയത് കൊണ്ടോ, പള്ളിയിൽ പോയത് കൊണ്ടോ, യാഗം നടത്തിയത് കൊണ്ടോ, ശരീരത്തെ മുറിവേറ്റിയത് കൊണ്ടോ, മല കയറിയത് കൊണ്ടോ, കാണിക്കിട്ടത് കൊണ്ടോ ആയില്ല പ്രിയപ്പെട്ടവരെ. പാപം മാറിപ്പോയില്ലെങ്കിൽ എന്റെ അവസാനം നാശമാണ്. അല്ലല്ല, മാനസാന്തരപ്പെടാഞ്ഞാൽ നിങ്ങളെല്ലാവരും അങ്ങനെ തന്നെ സ്തോത്രം നശിച്ചു പോകുക. ഇന്ന് രാത്രി ഈ വചനം കേൾക്കുന്നവരാരും നശിച്ചു പോകരുത്. രണ്ട്, അവന്റെ തിരിച്ചറിവ്. എനിക്കൊരു സ്തോത്രം, എനിക്കൊരു പ്രിയ ദൈവജനമേ സന്തോഷമില്ല, നമുക്കൊരു അപ്പനുണ്ട്. സ്തോത്രം, എനിക്കൊരപ്പനുണ്ട്, സ്നേഹനിധിയായ ഒരപ്പനുണ്ട്. ഞാൻ ആ ആശയം ഇങ്ങനെ ഒന്ന് പറയട്ടെ. അപ്പൻ തന്റെ മുതൽ എന്ത് ചെയ്തു? പകുത്ത് കൊടുത്തു. ഇവൻ സ്നേഹവാനായ അപ്പനായി. ഇന്നലെ നാം കേട്ടില്ലേ? ദൈവം സ്നേഹമാകുന്നു. ദൈവം ഈക്വൽ സ്നേഹം. ദൈവത്തെ സ്നേഹത്തോടല്ലാതെ മറ്റൊന്നിനോടും ചേർത്ത് കെട്ടുവാൻ സാധിക്കുകയില്ല. പറയട്ടെ, അപ്പൻ തന്റെ മുതൽ പകുത്തു തന്നു. എവിടെ? കാൽവറിയുടെ കുലക്കളത്തിൽ. സ്വർഗത്തിലെ പ്രബോധ വിഷയമായിരുന്ന, സ്വർഗത്തിലെ സർവസ്വമായിരുന്ന, തന്റെ മടിയിലിരുന്ന ഏകജാതനായ പുത്രൻ, സ്വർഗത്തിലെ പ്രബോധ വിഷയമായിരുന്നവൻ, ആ പുത്രനെ എനിക്കും നിങ്ങൾക്കും വേണ്ടി അപ്പൻ വിഭാഗിച്ചു തരുവാനിടയായി. ദൈവത്തിന് സ്തോത്രം. ആ വിഭജനമാണ് കാൽവറി ക്രൂശിൽ നമുക്ക് കാണുവാൻ സാധിക്കുന്നത്. സ്നേഹിത, നിന്റെ പാപം മാറ്റുവാൻ, സ്നേഹിത നിന്റെ മരണം മാറ്റുവാൻ, നിന്റെ ന്യായവിധി മാറ്റുവാൻ, നിന്റെ നാശം മാറ്റുവാൻ നിനക്ക് വേണ്ടി സ്വർഗത്തിലെ ദൈവം അവന്റെ മുതൽ പകുത്തു തരുവാനിടയായി. ഈ ലോകത്തിലെ സകല മനുഷ്യരും വേണ്ടി തന്റെ ഏകജാതനായ പുത്രനിൽ വിശ്വസിക്കുന്ന ഏവനും നശിച്ചു പോകാതെ നിത്യജീവൻ പ്രാപിക്കേണ്ടതിന് ദൈവം അവനെ, പുത്രനെ നൽകുവാൻ തക്കവണ്ണം ലോകത്തെ എത്രമാത്രം സ്നേഹിച്ചു. ക്രൂശോളം അവന്റെ പുത്രനെ അവൻ ക്രൂശിന്മേൽ കയറ്റി. ക്രൂശാണ് എന്നോടും നിങ്ങളോടുമുള്ള സ്നേഹം. ഇന്നലെ നാം കേട്ടില്ലേ പ്രിയപ്പെട്ടവരെ? ക്രൂശാണ് ദൈവസ്നേഹത്തിന്റെ പാരമ്യം വെളിപ്പെട്ട ഇടം. എനിക്കും നിങ്ങൾക്കും വേണ്ടി അപ്പൻ എന്ത് ചെയ്തു? സ്വത്ത് വിഭാഗിച്ച് തന്നു. ഈ അപ്പൻ അവിടെ ഈ മനുഷ്യൻ പറയുകയാണ്, ഞാൻ എൻ്റെ അപ്പന്റെ അടുക്കിലേക്ക് ചെല്ലും, ഞാൻ അവനോട് പറയും. ശ്രദ്ധിക്കണേ, ഞാൻ അവനോട് പറയും. നിങ്ങൾ പറഞ്ഞാൽ, നിങ്ങൾ വിളിച്ചാൽ, നിങ്ങൾ യാചിച്ചാൽ, നിങ്ങൾ ചോദിച്ചാൽ, നിങ്ങളുടെ വിളി കേൾക്കുന്നവരാണ്. നിങ്ങളെ കേൾക്കുവാൻ കാതുകൂർപ്പിക്കുന്നവരാണ് സ്വർഗത്തിലെ ദൈവം. ഈ ലോകത്തിൽ നിങ്ങളുടെ കരച്ചിൽ കേൾക്കുവാൻ, നിങ്ങളുടെ കണ്ണുനീര് കാണുവാൻ, നിങ്ങളുടെ നിലവിളിക്ക് കാതോർക്കുവാൻ ലോകത്തിലൊരു മനുഷ്യനില്ല. പ്രിയപ്പെട്ടവരെ, മനുഷ്യരൊക്കെ നിസ്സഹായകരാണ്. അവൻ ചെയ്യുന്നതിന് പരിമിതിയുണ്ട്, പോരായ്മയുണ്ട്. മനുഷ്യൻ ബലഹീനനാണെന്നാൽ സർവശക്തനായ ദൈവം അവൻ എന്നെ കേൾക്കുന്നവനാണ്. ഞാൻ വിളിച്ചാൽ അവൻ ഉത്തരവരുളുന്നവനാണ്. എന്റെ വാക്ക് കേൾക്കുന്നവനാണ്. നീറിപ്പുകയുന്ന ജീവിതത്തിന്റെ ഏത് നീറുന്ന വേദനയുടെ അനുഭവത്തിലും ഈ നാഥന്റെ അടുക്കലേക്ക് നമുക്ക് ചെല്ലുവാനായിട്ട് സാധിക്കും. ഇപ്പൊ സമയമില്ല, പോയിട്ട് പിന്നെ വാ എന്ന് അവൻ പറയുകയില്ല. സ്നേഹിത, ഏത് അർദ്ധരാത്രിക്കും താങ്കൾ വിളിച്ചാൽ വിളി കേൾക്കുന്ന ഒരു ദൈവമാണ് സ്വർഗത്തിലെ ദൈവം. അവനാണ് ഞങ്ങൾ പ്രസംഗിക്കുന്ന സ്വർഗീയ പിതാവ്, താങ്കളുടെ അപ്പൻ. ആ അപ്പനെ തിരിച്ചറിയുമോ? ആ അപ്പനെ മനസ്സിലാക്കുമോ? അവൻ എന്ത് ചെയ്യുന്നറിയാമോ? അവൻ ദൂരത്തു നിന്ന് എന്ത് ചെയ്തു? മകൻ വരുന്നത് കണ്ടു. അപ്പന്റെ അടുത്ത പ്രത്യേകത, ഈ അപ്പൻ കാത്തിരിക്കുന്നവനാ. പ്രിയപ്പെട്ടവരെ, ഇന്നലെ രാത്രി നിർത്തിയെടുത്തുനിന്ന് ഞാനൊരാശയം പറയട്ടെ. സ്വർഗത്തിലെ ദൈവം തന്റെ പൊന്നോമന കുമാരനെ കാൽവരിയുടെ കുലക്കളത്തിൽ നമുക്ക് വേണ്ടി യാഗമാക്കി തന്ന്
ഇന്നേക്ക് 2000 വർഷങ്ങൾക്കപ്പുറം അവൻ ദൈവത്തിന്റെ പ്രവൃത്തി നീതി നിർവഹിക്കുവാനിടയായി തീർന്നു. ആ നീതി നിർവഹണമാണ് ഈ ആദ്യ 2 ഉപമകളിൽ നമുക്ക് കാണുവാൻ സാധിക്കുന്നത്. ആ തെറ്റിപ്പോയ, കാണാതെ പോയ ആ ആടിനെ തേടി, ആടിന്റെ നഷ്ടമോർത്ത്, ആടിന്റെ വേദനയോർത്ത്, ആടിനു വേണ്ടി ഇറങ്ങി വന്ന ഒരപ്പൻ കാടും മേടും താണ്ടി, കല്ലും മുള്ളും താണ്ടി, വേദന സഹിച്ച്, കഷ്ടം സഹിച്ച്, നിന്ന വഹിച്ച് ആ മകനെ കണ്ടെത്തിയപ്പോൾ, ആ ആടിനെ കണ്ടെത്തിയപ്പോൾ ദൈവത്തിന് സ്തോത്രം. ദൈവത്തിന്റെ പിതാവ് ആ ഇടയന്റെ സന്നിധിയിൽ, ഈ ഇടയന്റെ നെഞ്ചിൽ എത്രമാത്രം സ്നേഹം, എത്രമാത്രം സന്തോഷം അനുഭവിക്കുവാനിടയായി. ബ്രഹ്മ കണ്ടെത്തിയപ്പോഴും അവിടെ എന്തുണ്ടായി? സന്തോഷമുണ്ടായി. പ്രിയപ്പെട്ടവരെ, ഈ അപ്പൻ ക്രൂശിൽ കിടക്കുന്നവൻ ആയിട്ട് കാണുവാനായിട്ട് സാധിക്കുന്നത് പോലെ ഒരാഴ്ചയോടെ പറയട്ടെ, ഇനിയൊരു യാഗവും ആവശ്യമില്ല. ഇന്ന് അപ്പൻ എന്താ ചെയ്യുന്നറിയാമോ? നിന്നെ നോക്കി കാത്തിരിക്കുകയാണ്, നിന്റെ വരവും നോക്കി കാത്തിരിക്കുകയാണ്. ദൂരത്ത് കണ്ണും നട്ടിരിക്കുകയാണ്. എത്ര ദൂരത്ത് നിന്ന് നീ വന്നാലും അവനെ തിരിച്ചറിയാൻ കഴിയും. ഇവൻ ഈ പന്നികളെ കിടന്നുവെച്ചാ വരുന്നത്. ഈ ഈശോക്കെ വളർത്തി വളരെ വികൃത രൂപയായി മോശം വസ്ത്രമൊക്കെ ധരിച്ചിട്ടാവും വന്നത്. പക്ഷെ ദൂരത്ത് നിന്ന് കണ്ടപ്പോഴുണ്ടല്ലോ ആ അപ്പൻ അവനെ തിരിച്ചറിയാൻ കഴിഞ്ഞു. സ്തോത്രം. നീ അപ്പന്റെ അടുക്കലേക്ക് തിരിയാനൊന്ന് മനസ്സ് വെച്ചാൽ അപ്പൻ ദൂരത്ത് നിന്ന് താങ്കളെ കാണുന്നവരാണ്, നിങ്ങളെ കാണുന്നവരാണ്. പ്രിയപ്പെട്ടവരെ, ആ അപ്പൻ എന്ത് ചെയ്തു? ഓടിപ്പോകാനിടയായി. ഈ അപ്പനെന്നൊക്കെ പറയുമ്പോൾ ഇച്ചിരി പ്രായമൊക്കെ ഉണ്ടായിരിക്കില്ലേ? എന്നാലും മകൻ ഇങ്ങോട്ട് വരട്ടെ എന്നല്ല ചിന്തിച്ചത്. അപ്പൻ ഓടി അങ്ങോട്ട്. ഓ ദൈവത്തിന് സ്തോത്രം. എന്നെയും നിങ്ങളെയും തേടി ഓടി വരുന്ന ഒരപ്പൻ, സ്നേഹനിധിയായ ഒരപ്പൻ. ഇവിടെ നമ്മൾ അടുത്ത് വായിക്കുന്നത് അവൻ മനസ്സലിഞ്ഞിട്ട് ഓടിപ്പോയി കെട്ടി അങ്ങ് പിടിച്ചു. ഇവൻ എവിടുന്നാ വരുന്നേ? പന്നി കൂട്ടത്തിൽ. നല്ല മണമായിരിക്കും അല്ലേ? ദുർഗന്ധം വഹിപ്പിക്കുന്ന ആ അനുഭവത്തിൽ നിന്ന് അവൻ വരിക. നീ ദുർഗന്ധം വമിക്കുന്നവനാലും, പാപത്തിന്റെ പാശം നിന്നെ കെട്ടപ്പെട്ടവനായാലും, നീ മുഷിഞ്ഞ വസ്ത്രം ധരിച്ചവനായാലും ഈ സ്വർഗത്തിലെ പിതാവ് നിന്നെ മാറ്റി നിർത്തുകയില്ല. അവൻ നിന്നെ നെഞ്ചോട് ചേർത്ത് നിൽക്കാനിടയായിത്തീരും. അവൻ നിന്നെ ചേർത്ത്, നിന്നെ ആലിംഗനം ചെയ്ത്, നിന്നെ ചുംബിച്ച്, നിന്നെ സ്തോത്രം നിനക്ക് വേണ്ടി. സ്തോത്രം. അടുത്ത് എന്താ വായിക്കുന്നത്? എനിക്ക് സമയമില്ലാത്തതുകൊണ്ട് ഇത് ഒന്നിനോട് ചേർത്തൊന്ന് പറഞ്ഞങ്ങ് പോവുക. അപ്പൻ എന്ത് ചെയ്തു? അവന്റെ കൈക്ക് മോതിരം, കാലിന് ചെരുപ്പ്, അങ്കി എല്ലാം കൊടുത്തു. അല്ല, നമുക്ക് അറിയാവുന്നല്ലോ പറയുന്നേ. ഓക്കെ, പറയട്ടെ. ഈ അപ്പൻ എന്നെ മാനിക്കുന്ന അപ്പനാണ്. ദൈവത്തിന്റെ സ്തോത്രം. ഈ അപ്പൻ എന്നെ മാനിക്കുന്ന അപ്പനാണ്. ഞങ്ങൾ പ്രസംഗിക്കുന്ന കർത്താവായ യേശു ക്രിസ്തു എന്ന സ്വർഗീയ പിതാവ്, സ്നേഹിത, താങ്കളെ മാനിക്കുന്നവനാണ്. മാനിക്കുവാൻ യോഗ്യതയൊന്നും അവനില്ല, ഇതൊന്നും കൊടുക്കാനുള്ള യോഗ്യതയൊന്നും അവനില്ല. പക്ഷെങ്കിലും അവനെ മാനിക്കുന്ന അപ്പൻ അവന്റെ കൈക്ക് എന്ത് ചെയ്തു? മോതിരം കൊടുത്തു. കാൽവരിയിലേക്ക് നോക്കിക്കേ. നിന്റെ കൈക്ക് മോതിരം ഇട്ടപ്പോൾ അവന്റെ കൈകാലുകൾ കാലിരുമ്പാണിയോട് ചേർത്തടിക്കാനിടയായി. അവന്റെ കാലിന് ചെരുപ്പിട്ട് കൊടുത്തു. എന്റെ കർത്താവിന്റെ കാല് ആ പച്ച പൈൻമര കുരിശോട് അവർ ആണി അടിച്ച് തറയ്ക്കുവാനിടയായി. സ്നേഹിത, പറയട്ടെ, നിന്റെ കാലിന് പുതിയ ചെരുപ്പിടുവാൻ, നിന്റെ കൈക്ക് മോതിരമിടുവാൻ, നിന്റെ മുഷിഞ്ഞ വസ്ത്രം മാറ്റി നിന്നെ രക്ഷാവസ്ത്രം ധരിപ്പിക്കുവാൻ, ദൈവത്തിന് സ്തോത്രം, നിന്നെ അപ്പന്റെ ഭവനത്തിലേക്ക് മടക്കി ചേർക്കുവാൻ മനസ്സുള്ളവരപ്പൻ എനിക്ക് അങ്കി തന്നപ്പോൾ അവന്റെ അങ്കി കീറപ്പെട്ടു. അവർ അവന്റെ അങ്കിക്കായി ചീട്ടിട്ടു. ഒരു ചുവന്ന മേലങ്കി അവനെ ധരിപ്പിച്ചു. എന്തിനാണെന്നറിയാമോ? രക്തം വാർന്നൊലിക്കുകയാണ്. പടയാളികൾ യാതൊരു ദാക്ഷിണ്യവും കൂടാതെ ആ ശരീരത്തിന്മേൽ ഉഴുതു മരിക്കുകയാണ്. അല്ലേ? അങ്ങനെയല്ലേ സങ്കീർത്തനക്കാരൻ പറയുന്നത്? ഉഴുവുചാരന്റെ മുതുകിന്മേൽ ഉഴുവ് ചാലുകളെ അവൻ നീളത്തിൽ കീറി. അവന്റെ വിലാപ്പുറം നമുക്ക് വേണ്ടി കുത്തി തുറക്കപ്പെടുവാനിടയായി, നീളത്തിൽ കീറപ്പെടുവാനിടയായി. അവന്റെ ശരീരം നമുക്ക് വേണ്ടി ഒരു മാംസപിണ്ഡം കണക്കെ തകർക്കപ്പെടുവാനിടയായി. യെരൂശലേം പുത്രിമാരെ, നിങ്ങൾ എന്റെ പ്രിയനെ കണ്ടുവോ? ഇങ്ങനെ നിന്റെ പ്രിയനെ നീ അന്വേഷിക്കുവാൻ. അവനാരാണ്? അവൻ വെണ്മയും ചുവപ്പുമുള്ളവൻ. അവനായിരങ്ങളിൽ 10,000 സുന്ദരൻ. അവൻ സർവാംഗ സുന്ദരൻ. സ്തോത്രം.
കാൽവരിയിലോ അവൻ രക്താഭിഷിക്തനായി അടി മുതൽ മുടി വരെ രക്താഭിഷിക്തനായി കിടക്കുകയാ. സ്നേഹിത, താങ്കളുടെ പാപങ്ങൾക്ക് വേണ്ടി, സ്നേഹിത സഹോദരി, താങ്കളെ രക്ഷിക്കുവാൻ, താങ്കളെ ദൈവഭവനത്തിലേക്ക് മടക്കി വരുത്തുവാൻ ഇതല്ലാതെ മറ്റു വഴിയില്ല. അവന്റെ സ്വർഗീയമായ വിശുദ്ധിയുടെ അങ്കി ഊരി നമ്മെ ഉടുപ്പിച്ചിട്ട് എന്റെ മുഷിഞ്ഞ വസ്ത്രവുമായി കാൽവറിയിൽ ഇരുണ്ട മണിക്കൂറുകളിലേക്ക് നിത്യ നരകാഗ്നിയുടെ വേദന പേറി ഇന്നേക്ക് 2000 വർഷങ്ങൾക്ക് മുൻപ് സ്വർഗത്തിലെ ദൈവം തന്റെ പൊന്നോമന കുമാരനെ ക്രൂശിന്മേൽ കയറ്റുവാനിടയായി അവന്റെ അടിപ്പിണരാൽ സ്തോത്രം നമുക്ക് സൗഖ്യം വന്നിരിക്കുന്നു. പാപരോഗം മാറിയെന്ന് മനസ്സിലായോ പ്രിയപ്പെട്ടവരെ? ഈ അപ്പൻ ആനന്ദിക്കുന്ന അപ്പനാണ്. ഞാൻ അപ്പന്റെ അടുക്കിലേക്ക് കടന്നു എന്നാൽ പ്രിയപ്പെട്ടവരെ, അപ്പന്റെ ഭവനത്തിൽ എന്തുമാത്രം സന്തോഷമുണ്ടാകുമെന്നറിയാമോ? അപ്പന്റെ ഹൃദയത്തിൽ എന്തുമാത്രം ആനന്ദമുണ്ടാകുമെന്നറിയാമോ? ദൈവത്തിന് സ്തോത്രം. ഒരുവൻ ക്രിസ്തുവിലായ സ്തോത്രം, അവൻ പുതിയ സൃഷ്ടിയാണ്. ഒരു മനുഷ്യന്റെ ആത്മാവിന്റെ വില സ്വർഗത്തിലെ ദൈവം വിലയിടുവാനിടയായിട്ടുണ്ട്. എന്താ അതിന്റെ വില? സർവലോകത്തെക്കാൾ വില. മനസ്സിലാകുന്നുണ്ടോ സ്നേഹിത? മനസ്സിലാകുന്നുണ്ടോ സഹോദരി? താങ്കളുടെ ആത്മാവിന് താങ്കൾ ശേഖരിച്ചു വച്ചിരിക്കുന്ന ധനത്തെക്കാൾ പോരാ, ഈ ലോകത്തിലെ സകല ധനത്തെക്കാൾ, മാനത്തേക്കാൾ, ഈ ഭൂമിയിലെ സകല വസ്തുക്കളും കൊണ്ട് നിങ്ങളൊന്ന് തൂക്കി നോക്കിയാൽ ദൈവം മനുഷ്യന്റെ ആത്മാവിനിട്ടിരിക്കുന്ന വില സർവലോകത്തെക്കാൾ വലിയതാണ്. ആ ആത്മാവ് ദൈവത്തിന് വിലയേറിയതായതുകൊണ്ടാണ് ഇന്ന് രാത്രി ശബ്ദം നമ്മെ കേൾപ്പിക്കുവാനിടയായി തീർന്നത്. മൂന്നാമത്തെ തിരിച്ചറിവ്, എനിക്കൊരു ഭവനമുണ്ട്. ഞാൻ അനാഥനല്ല, എനിക്കൊരു അപ്പനുണ്ട്. ഞാൻ അനാഥനല്ല, എനിക്കൊരു ഭവനമുണ്ട്. ദൈവത്തിന് സ്തോത്രം. എന്താ അവന്റെ വാസ്തവമായ പ്രശ്നം? അവൻ വിശപ്പ് കൊണ്ട് നശിച്ചു പോവുകയാ. അവിടെ എന്താ ഓർക്കുന്നതെന്നറിയാമോ? സുബോധം വന്നപ്പോൾ ആദ്യം അവൻ ഓർക്കുന്നത്, എന്റെ അപ്പന്റെ ഭവനത്തിൽ എത്രയോ കൂലിക്കാർ ആഹാരം കഴിച്ച് ശേഷിപ്പിക്കുന്നു. പ്രിയപ്പെട്ടവരെ, നിങ്ങളെ അപ്പന്റെ ഭവനത്തിലേക്ക് വന്നാൽ നിങ്ങളുടെ വാസ്തവമായ പ്രശ്നത്തിന് ഇവിടെ പരിഹാരമുണ്ട്, ഇവിടെ തൃപ്തിയുണ്ട്, ഇവിടെ സന്തോഷമുണ്ട്. സ്തോത്രം. ഇനി കൂലിക്കാർക്ക് തൃപ്തി ഉണ്ടെങ്കിൽ മകൻ എന്തുമാത്രം സ്തോത്രം. ഈ ലോകത്തിൽ തൃപ്തിയുള്ള ഒരു കൂട്ടരേ ഉള്ളൂ. ആരാന്നറിയാമോ? ദൈവത്തെ അനുഗമിക്കുന്ന ദൈവത്തിന്റെ ജനമാണ്. ഇന്ന് ഇവിടെ വീണ്ടും മരിച്ചാലും പ്രിയപ്പെട്ടവരെ ഭാരമില്ല. ഞങ്ങൾക്കൊരു പ്രത്യാശയുണ്ട്, ഞങ്ങൾക്കൊരു ഭവനമുണ്ട്. മതി, ദൈവം കൊണ്ട് വേലി വെച്ച് നിത്യനാട്ടിലേക്ക് അവരൊരുക്കുന്ന സ്വർഗീയ ഭവനത്തിലേക്ക് ഞാൻ നിങ്ങൾക്ക് സ്ഥലമൊരുക്കുവാൻ പോകുന്നു. ദൈവത്തിന് സ്തോത്രം. അവിടെ ഒരു പാർപ്പിടമുണ്ട്, അത് ഒരുക്കിയാൽ അവൻ മടങ്ങി വരും. അതുകൊണ്ട് ഞാൻ അനാഥനല്ല, എനിക്കൊരു ഭവനമുണ്ട്. എന്നെ ചേർക്കുന്ന, എന്നെ മാറോടണയ്ക്കുന്ന ഒരപ്പൻ, എന്നെ ചേർക്കുന്ന ഒരു ഭവനം എനിക്കുണ്ട്. ഞാൻ സമയം അവസാനിപ്പിച്ചല്ലോ. പ്രിയപ്പെട്ടവരെ, സുബോധം വന്നാൽ എന്ത് ചെയ്യണം? ഈ മനുഷ്യൻ പറയുകയാണ്, ഞാന് പാപിയാണ്. അപ്പാ, ഞാൻ പാപിയാണ് എന്ന് ഈ വചനം കേട്ട പ്രിയപ്പെട്ടവരോട് ഒരു കാര്യം പറയട്ടെ. പ്രിയപ്പെട്ടവരെ, പാപബോധം ഉണ്ടാകുന്നുണ്ടോ? ഈ നേടിയതൊന്നും ഇവിടെ നിന്ന് കൊണ്ടുപോകുവാൻ സാധിക്കുകയില്ല എന്ന് നിങ്ങൾക്ക് മനസ്സിലാകുന്നുണ്ടോ? പ്രിയപ്പെട്ടവരെ, ദൈവത്തിന്റെ അടുക്കലല്ല നിങ്ങൾ വസിക്കുന്നതെങ്കിൽ പാപത്തിലാണ് ജീവിക്കുന്നത്. ഞാൻ പാപിയാണെന്നുള്ള തിരിച്ചറിവാണ് സുബോധം. ഈ സുവിശേഷത്തിന് മാത്രമേ മനുഷ്യന് മാനസാന്തരം കൊടുക്കുവാൻ, സുബോധം കൊടുക്കുവാൻ സാധിക്കുകയുള്ളൂ. അതുകൊണ്ടാണ് ഇന്ന് രാത്രി ഈ വചനങ്ങളുടെ പ്രസംഗിക്കപ്പെടുന്നത്. അതുകൊണ്ടാണ് ക്രൂശിതനെ ഞാൻ ഉയർത്തുന്നത്. ദൈവത്തിന് സ്തോത്രം. ഞാനൊരു പാപിയാണെന്ന് അംഗീകരിക്കുമോ? ഞാൻ എഴുന്നേറ്റ് അപ്പന്റെ അടുക്കൽ പോകും. അപ്പന്റെ അടുക്കലേക്ക് വരാമോ? അപ്പനോട്, അപ്പാ, ഞാനൊരു പാപിയാണ് എന്ന് ഏറ്റു പറയാമോ? ഈ അപ്പൻ കൈവിടുന്ന അപ്പനല്ല. ഈ അപ്പൻ അവൻ പറയുകയാണ്, എന്നെ ദാസനെങ്കിലും ആക്കിയാൽ മതി എന്ന് വിചാരിച്ചാ പോകുന്നത്. കോരഹപുത്രന്മാർ പറഞ്ഞു, നിന്റെ ആലയത്തിൽ വാതിൽ കാവൽക്കാരനായിരിക്കുന്നത് എനിക്ക് ഏറെ ഇഷ്ടം. അതിന് മുൻപ് സങ്കീർത്തനക്കാരൻ പറയാം, നിന്റെ ആലയത്തിൽ വസിക്കുന്നവർ
ഭാഗ്യവാന്മാർ ഈ വെളിയിൽ അല്ലെങ്കിൽ ആ പടിയിൽ നിൽക്കുന്നത് തന്നെ വലിയ സന്തോഷമാണ്. അതിനകത്തോ ദാസനായിരിക്കുവാൻ ആഗ്രഹിക്കുക, കൂലിക്കാരനായിരിക്കാൻ പോലും യോഗ്യതയില്ലാത്തവന് അവൻ എന്ത് ചെയ്തു? അപ്പനായി മടക്കി ഭവനത്തിലേക്ക് തിരികെ വിളിക്കുവാൻ ഇടയായി തീർന്നു. നിന്നെ വീട്ടിലേക്ക് തിരികെ വിളിക്കുന്ന നഷ്ടപ്പെട്ടു പോയ ഏദൻ പരദീസയുടെ ആ അനുഭവത്തിൽ നിന്നും നിന്റെ അനുഗ്രഹീതമായ ജീവിതത്തിന്റെ പന്താവിലേക്ക് അവൻ രക്ഷിക്കപ്പെടുന്നവരെ എവിടെ എത്തിയിരിക്കുക? സ്വർഗത്തിൽ ഇരുത്തിയിരിക്കും. ദൈവത്തിന് സ്തോത്രം. താങ്കൾക്കൊരു സ്വർഗീയ ഭവനമുണ്ട്. ആ ഭവനത്തിലേക്ക് താങ്കളെ ചേർക്കുന്ന ഒരു സ്വർഗീയ പിതാവുണ്ട്. ആ അപ്പനെയാണ് ഇന്ന് രാത്രി എനിക്ക് പ്രസംഗിക്കാനായിട്ടുള്ളത്. ആ അപ്പൻ തനിക്ക് വേണ്ടി, നമുക്ക് വേണ്ടി തന്റെ സ്വത്ത് അടിഞ്ഞവനാ. അവന്റെ സമ്പത്ത് നമ്മുടെ ദാരിദ്ര്യം മാറ്റുവാൻ, നമ്മെ സമ്പന്നരാക്കി തീർക്കുവാൻ, നമുക്ക് വേണ്ടി ദരിദ്രനായി തീർന്ന ദൈവകൃപ തിരിച്ചറിഞ്ഞ് ഈ രക്ഷിതാവിന്റെ അടുക്കലേക്ക് കടന്നു വന്ന്, ദൈവമേ ഞാനൊരു പാപിയാണ് എന്ന് ഞാൻ സമ്മതിക്കുന്നു, എനിക്ക് വേണ്ടി അവിടുത്തെ കാൽവരി ക്രൂശിൽ അവിടുത്തെ ആ രക്തമൊഴുക്കി എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ആ രക്തത്താൽ എന്നെ കഴുകണം, എന്നെ ദൈവ പൈതലാക്കി തീർക്കണം, എന്നെ അവിടുത്തെ മകനാക്കി തീർക്കണം, എന്നെ അവിടുത്തെ മകളാക്കി തീർക്കണം. അങ്ങയോടൊപ്പം അങ്ങയുടെ ഭവനത്തിൽ വസിക്കുവാൻ എനിക്ക് യോഗ്യതയില്ല, പക്ഷെങ്കിൽ എന്നെ അവിടുത്തെ ഭവനത്തിലേക്ക് അവിടുന്ന് ചേർക്കണം. പ്രിയപ്പെട്ടവരെ, അവൻ മനസ്സലിയുന്ന അപ്പന, ദീർഘക്ഷമയും മഹാദയുള്ള അപ്പന, ഞാൻ പറഞ്ഞു പോയാൽ തീരുകയിൽ അവസാനിപ്പിക്കട്ടെ. അവൻ നിങ്ങളെ ചേർത്തുകൊള്ളുവാൻ യാതൊരു മടിയില്ലാത്തപ്പൻ അവന്റെ അടുക്കിലേക്ക് കടന്നു വരുമോ? ഇല്ല, കടന്നു വരുന്നില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ കേട്ട ഈ വചനം നിങ്ങൾക്ക് ന്യായവിധിക്ക് ഒരിക്കലും മുഖാന്തരമായി തീരുവാനിടയായി തീരാതിരിക്കട്ടെ. പ്രിയപ്പെട്ടവരെ, നാശത്തിന്റെ വക്കിൽ നിൽക്കുന്ന പ്രിയപ്പെട്ടവർ, ഈ അപ്പന്റെ അടുക്കിലേക്ക് കടന്നു വന്ന് ഈ ദൈവികമായ സന്തോഷവും സമാധാനവും അനുഭവിച്ച് ഈ അപ്പന്റെ മകനായി ജീവിക്കുവാൻ, മക്കളായി ജീവിക്കുവാൻ എന്റെ കേൾവിക്കാർക്കിടയാക്കി തീർക്കട്ടെ. അവസരം തന്ന ദൈവസഭയോടും YMF-ന്റെ കൂട്ടുപ്രവർത്തകരോടും ദൈവനാമത്തിൽ അകവഴിഞ്ഞതായ നന്ദി സ്നേഹം അറിയിച്ച് ഇന്ന് രാത്രി എന്റെ വാക്കുകളെ ഉപസംഹരിക്കുന്നു. അവിടുത്തെ വലിയൊരു തിരുനാമം മാത്രം ഇന്ന് മുതൽ എന്നേക്കും വാഴ്ത്തപ്പെടുമാറാകട്ടെ. കർത്താവിന് സ്തോത്രം. ഇന്ന് രാത്രിയിൽ നമുക്ക് ദൈവത്തിൻ്റെ മാറ്റമില്ലാത്ത വചനം വളരെ ശക്തിയോടെ കേൾക്കുവാൻ ദൈവത്തിൻ്റെ ആത്മാവ് നമ്മെ സഹായത്തിനായിട്ട് ദൈവത്തിന് മഹത്വം കരയറ്റുന്നു. നാം ഈ മകനൊരു പേരെല്ലാവരും വിളിക്കുന്ന പേരാണ് മുടിയനായ പുത്രൻ. പ്രിയപ്പെട്ടവരെ, അപ്പൻ്റെ മുതൽ നശിപ്പിച്ച് ദൂരദേശത്തേക്ക് പോയ മകനെ വീണ്ടും കാത്തിരിക്കുന്ന പിതാവ്. നമ്മുടെ ദൈവത്ര സ്നേഹനിധിയായിരിക്കുന്ന പിതാവാണ്. നമ്മളെല്ലാവരും പാപം ചെയ്ത് ദൈവത്തെ നഷ്ടപ്പെട്ട് ദൈവത്തിൽ നാം അകന്ന് രാത്രി കേട്ടതുപോലെ ദൂരദേശത്ത് നാം പോയവർ. എന്നാൽ ക്രിസ്തുവിന്റെ രക്തത്താൽ നമുക്ക് സമീപസ്ഥരായി തീരുവാൻ, ദൈവമക്കളായി തീരുവാൻ, ജീവന്റെ കൂട്ടവകാശികളായി തീരുവാൻ, ദൈവഭവനത്തിന്റെ അവകാശികളായി തീരുവാൻ ദൈവം നമ്മൾ പ്രസാദിച്ച് ഓർത്തുകൊണ്ട് കർത്താവിന് നമുക്ക് നന്ദിയോടുകൂടെ സ്തോത്രം ചെയ്യാം. ഇന്ന് രാത്രി കേൾക്കപ്പെട്ട ദൈവത്തിന്റെ വചനം നമ്മുടെ എല്ലാവരും ജീവിതത്തിന് അനുഗ്രഹമായി തീരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഇതുവരെയും ഈ പിതാവിന്റെ ഭവനത്തിലേക്ക് കടന്നു വരാത്ത ആരെങ്കിലും ഞങ്ങളെ ശ്രദ്ധിച്ചുവെങ്കിൽ ഇന്ന് രാത്രി ഈ രക്ഷയുടെ സന്ദേശം പിതാവിന്റെ ഭവനത്തിലേക്ക് മടങ്ങി വരുവാനായിട്ട് നിങ്ങൾ ബാധകമായി തീരട്ടെ. അതിന് മറ്റൊന്നും ചെയ്യേണ്ട ആവശ്യമില്ല. നേർച്ച കാഴ്ചയുടെ ആവശ്യമില്ല, ധനം നാം കൊടുക്കേണ്ട ആവശ്യമില്ല, അരക്കാതൊന്നും നടക്കേണ്ട, മെഴുകുതിരി കത്തിക്കേണ്ട. നാം ഇരിക്കുന്ന ഇരിപ്പിൽ ആയിരിക്കുന്ന സാഹചര്യത്തിൽ നിന്നുകൊണ്ട് സ്വർഗത്തിലേക്ക് നമ്മുടെ കണ്ണുകൾ വെട്ടിക്കൊണ്ട് ഇപ്രകാരം പ്രാർത്ഥിക്കുക: കർത്താവായ യേശുവേ, അവിടുന്ന് മരിച്ചത് എൻ്റെ പാപത്തിന്റെ പരിഹാരത്തിന് വേണ്ടിയാണ്, എന്നെ രക്ഷിക്കുവാൻ വേണ്ടിയാണ്. ഞാൻ പൂർണ്ണമായി വിശ്വസിക്കുന്നു. കർത്താവേ, അവിടുന്ന് ക്രൂശിൽ ചൊരിഞ്ഞ രക്തം കൊണ്ട് എൻ്റെ സകല പാപങ്ങളും കഴുകി എന്നെ ശുദ്ധീകരിക്കണമേ, എന്നെ വെടിപ്പാക്കണമേ, നിന്റെ മകനാക്കി മകളാക്കി തീർക്കണമെന്ന് ഒരു വാക്ക് ആത്മാർത്ഥ ഹൃദയത്തോട് നാം പ്രാർത്ഥിക്കുന്നുവെങ്കിൽ ദൈവത്തിന്റെ വചനം പറയുന്നു, അവന്റെ പുത്രനായ യേശുവിന്റെ രക്തം സകല പാപവും പോക്കി നമ്മെ ശുദ്ധീകരിക്കും. പ്രിയപ്പെട്ടവരെ, ഈ രക്തത്താൽ ശുദ്ധീകരിക്കപ്പെടുവാൻ, പിതാവിന്റെ ഭവനത്തിലേക്ക് മടങ്ങി വരുവാൻ ഇതല്ലാതെ വേറൊരു മാർഗവുമില്ല. കർത്താവിനെ സഹായിക്കട്ടെ. രാത്രി കേൾക്കപ്പെട്ട ദൈവത്തിന് വചനം നമ്മുടെ എല്ലാവരുടെ ജീവിതത്തിന് അനുഗ്രഹമായി തീരട്ടെ. നമുക്ക് നല്ലൊരു ഭവനം അപ്പനൊരുക്കിയിട്ടുണ്ട്. സ്തോത്രം. ഇനി അത്രയും അല്പകാലം കഴിഞ്ഞിട്ട് താമസിക്കില്ല. പ്രിയപ്പെട്ടവരെ, ആ തേജസ്സേറിയ ഭവനത്തിൽ
കർത്താവിന് മുഖം കണ്ട് സന്തോഷിക്കുന്ന സമയങ്ങളിൽ ഏറ്റവും സമാഗതമായിരിക്കുക. ആ പ്രത്യാശയോട് നമുക്ക് രാത്രി പിരിയുവാൻ ദൈവത്തിന്റെ ആത്മാവിനെ സഹായിക്കട്ടെ. ദൈവം സൂക്ഷിച്ച കർത്താവിന്റെ ദാസനെ ദൈവം ബലപ്പെടുത്തട്ടെ. പിന്നെയും കൃപമേൽ കൃപ കൊടുത്ത് ദൈവം സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. തുടർന്ന് കൃതജ്ഞത അറിയിക്കുന്നതിന് വേണ്ടിയിട്ട് കൊട്ടാരക്കര YMF-ന്റെ പ്രസിഡന്റായി പ്രവർത്തിക്കുന്ന കർത്താവിന്റെ ദാസൻ ഇവാഞ്ചലിസ്റ്റ് ആന്റണി പീറ്റർ അവരുടെ സ്നേഹത്തോടെ ക്ഷണിക്കുന്നു.